എനിക്കും ഏകദേശം ഒരു 18 മാസം മുമ്പാണ് ഈ മഹത്തരമായിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് എന്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് എത്തിയപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചു. ഇതിന്റെ അറിവുകളാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തത്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളെല്ലാവരും എന്തിന് സ്ട്രഗിൾ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് അതിൽ 99% അതിനുള്ള ഉത്തരം വേറെ ഒന്നുമില്ല, നമ്മളെ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് ആണല്ലേ. ബാക്കി നമുക്ക് ബന്ധങ്ങളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ഒരു സാറ് പറഞ്ഞേക്കണ പോലെ ക്യാഷ് ആണ് നമ്മളുടെ 99 പ്രോബ്ലത്തിന്റെയും കാരണങ്ങൾ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു പ്രൊജക്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ ഇത് രണ്ടും, നമ്മുടെ ക്യാഷും നമ്മുടെ ഹെൽത്തും ഓക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെ. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എന്നോട് ഈ ഒരു പ്രൊജക്ട് പറയുമ്പോൾ എനിക്ക് എന്റെ ചിന്തയിലേക്ക് വന്ന ഈ 2 പോയിന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് എനിക്ക് ഈ നമ്മളിലേക്ക് എത്തിയ ഈ ഒരു കമ്പനി, അതിനെപ്പറ്റി നമ്മൾ അറിയണം, വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ. അപ്പൊ ഈ ഒരു 1 hour നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് പ്രൊജക്ട് എന്നുള്ളത് നമുക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കാം. ഞാൻ പറയുന്നത് ഇന്ന് വേൾഡിൽ തന്നെ വളർന്നു വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ടെക്നോളജി വളരുന്നതിനോടൊപ്പം തന്നെ ഇന്റർനെറ്റ് റെവല്യൂഷൻ വരുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഓൾറെഡി ആഷിഖ് സാർ സൂചിപ്പിച്ചു, ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഇന്ന് നമുക്ക് അതിന്റെ ഒരു പ്രൊഫൈൽ എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാല് മുംബൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കഴിഞ്ഞ 17-18 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു കമ്പനി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ 17-18 വർഷം എന്ന് പറയുമ്പോൾ 2007-2008 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി മുംബൈയില് മിറ റോഡില് 1 lakh square feet ഓഫീസാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതിനോട് തൊട്ടടുത്ത് കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് മുംബൈയിലെ ദാദറിൽ തന്നെ കൊഹിനൂർ എന്ന് പറയുന്ന ബിൽഡിംഗ്, ഇന്ത്യയിലെ ഓഫീസ് ബിൽഡിങ്ങുകളിൽ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗില് 46ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരു 7 star എബോ വരുന്ന ഓഫീസുകളാണ് ഇന്ന് ബയോട്ടോറിയം മുൻപിലേക്ക് വെക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കമ്പനിയുടെ വിഷനായിട്ട് വരുന്നത്, കമ്പനിയുടെ മിഷനായിട്ട് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റും പ്രൊജക്റ്റും എന്ത് ചെയ്യുക, 140ഓളം രാജ്യങ്ങളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിഷനായിട്ട് വരുന്നത്. നമുക്കറിയാം, ഒരു വിഷൻ മുൻപിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ വിഷൻ കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തി അത്രയേറെ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. എന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്, നമ്മൾ പല പ്രൊജക്റ്റും കേട്ടിട്ടുണ്ട്, പ്രൊഡക്റ്റും കേട്ടിട്ടുണ്ട്, പക്ഷെ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും, വേറെ ആരുമല്ല, ഡോക്ടർ സാഗർ ജോഷി. ആള് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് 2 സെക്കൻഡറിയിലാണ്, വേറൊന്നുമല്ല, ബയോമാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അതുകൂടാതെ ഞാൻ ആദ്യം തൊട്ട് സംസാരിക്കുന്നതാണ് ടെക്നോളജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഗർ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഏകദേശം 5000-ന് മുകളിൽ കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി, ഒരു പ്രൊജക്റ്റ് ആണ്. ഇനി അടുത്തത്, ഞാനും നിങ്ങളും എല്ലാവരും അടുത്തൊരു ചോദ്യം മുൻപിലേക്ക് വെക്കുന്നത്, ഇത് ലീഗലാണോ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്ന് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് 28ഓളം ലീഗൽസ്. കോമൺ സെൻസിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത്, കഴിഞ്ഞ 17-18 വർഷമായിട്ട് ഇന്ത്യയില് ഒരു മാർക്കറ്റിംഗ് കമ്പനി നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, അതിന്റെ ലീഗലി 100% കറക്റ്റ് ആയിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബയോട്ടോറിയം എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ, ഇന്ന് വേൾഡിൽ തന്നെ നമുക്ക് എടുത്തു പറയാം നമ്പർ 1ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഒരു 28 ലീഗൽ സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. പക്ഷെ എങ്കിൽ കൂടി ഇതിൽ 2 സർട്ടിഫിക്കറ്റുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഒന്ന് MSME എന്ന് പറയുന്നതാണ്. MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അല്ലെ. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ്. നമ്മൾ പറയുന്നത് MSMEയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളതല്ല. 2023-24 ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കൽ അവാർഡ് MSME എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം കൊടുത്ത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു കമ്പനിയല്ല കേട്ടോ, അത് ഈ ബയോട്ടോറിയം കമ്പനിയാണ്. അത് കൂടാതെ തന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക്
ഭൂരിഭാഗം വ്യക്തികൾക്കും അറിയാനായിട്ട് സാധിക്കും. ആയുഷ്, മിനിസ്ട്രി ഓഫ് ആയുഷ്. അതെങ്ങനെയാണ് നമുക്ക് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ കേട്ട് കാണും ആയുഷിന്റെ പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ട് കാണും അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയല്ല, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ്. ആ ഒരു മിനിസ്ട്രി ഓഫ് ആയുഷിലെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഏതൊരു പ്രൊജക്റ്റും പ്രൊഡക്റ്റും ഭംഗിയായിട്ട് 100% ലീഗലായിട്ട് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളതല്ല. കാരണം എന്താ, അതിലും കൂടുതലായിട്ട് ഈ ബയോട്ടോറിയം നമ്മളോട് പറയുന്നത് 2021 നവംബർ 18 ആയുഷ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്ത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു പ്രൊഡക്റ്റിനുമല്ല, നമ്മുടെ ഈ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനാണ് ആ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ, അതിന്റെ അവാർഡുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന രണ്ടാമത്തെ ഒരു കൺഫ്യൂഷൻ ആണ്, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, വരുന്നൊരു 1 hour നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 കാര്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്, ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാ, നമ്മുടെ ആരോഗ്യമല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അല്ലെ, നമ്മള് കാരണവന്മാര് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെൽത്ത് നമുക്ക് നേടിയെടുക്കാം അല്ലെ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം, ഹെൽത്ത് എത്രത്തോളം പ്രോബ്ലത്തിലാണെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ബയോട്ടോറിയം ഇത് രണ്ടും ഒരു കുടക്കീഴിൽ നമ്മളിലേക്ക് എത്തിക്കുന്നു? നമ്മളിപ്പോ കഴിഞ്ഞ സബ്ജക്റ്റുകള് ബയോട്ടോറിയം കമ്പനിയെ പറ്റി നമ്മൾ സംസാരിച്ചു. ബയോട്ടോറിയത്തിന്റെ MD അത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ലീഗൽ സെഗ്മെന്റ് എന്താണ്, 100% ഓക്കെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബയോട്ടോറിയത്തിലൂടെ നമുക്ക് എന്താണ് പ്രയോജനം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മലയാളികൾ ചിന്തിക്കുന്ന പോലെ എനിക്കെന്താണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്കെന്താണ് പ്രയോജനം, നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഹെൽത്ത്, എങ്ങനെ നമുക്ക് ഹെൽത്ത് നമുക്ക് ബയോട്ടോറിയത്തിലൂടെ ലഭിക്കും? അതങ്ങനെ ലഭിക്കുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഹെൽത്ത് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. നമ്മളെല്ലാവരും നമ്മൾ ഓടുന്നതാണ്, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും, ഡോക്ടറിനെ കാണും, അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കും. നമ്മൾ ആ ഒരു ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഹെൽത്ത് എന്താണെന്നുള്ള ഒരു ബോധം നമ്മളിൽ പലർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതാരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. പക്ഷെ ബയോട്ടോറിയം നമ്മളോട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. നിങ്ങൾ ഇന്ന് സ്ക്രീനിൽ കാണുന്ന 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഈ 5 കാര്യങ്ങൾ ഒരു ഹെൽത്തി ബോഡിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താണ്, പൂർണ്ണ ആരോഗ്യവാനാണ്. ഈ 5 കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികളുണ്ട് കേട്ടോ, കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ 5 കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാര്യം എയർ ആണ്. എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. നമുക്ക് എനി ടൈം വേണ്ട ഒരു കാര്യമല്ലേ, എനി ടൈം എനി സെക്കൻഡ് നമുക്ക് എന്ത് വേണം, ഓക്സിജൻ വേണം, നമ്മൾ ശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പഴയ ഓക്സിജൻ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വർഷം മുമ്പുള്ള നമ്മുടെ കാരണവന്മാര്, നമ്മുടെ പഴമക്കാര് ശ്വസിച്ചുകൊണ്ടിരുന്ന ഓക്സിജൻ അല്ല, ഇന്നെന്താ പൊല്യൂട്ടഡ് ആണ്, പക്ഷെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ ഒരു ഘടകമാണ് വാട്ടർ, വെള്ളം അല്ലെ. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. നമ്മൾ ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പോലും എന്തുണ്ട്, കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് കണക്കുൾപ്പെടെയുണ്ട്. പക്ഷെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ വെള്ളം എത്രത്തോളം മലിനമാണെന്ന് നമുക്കറിയാം. പക്ഷെ വേറൊരു കാര്യം, നമുക്ക് വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘടകം ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ. പക്ഷെ ഇന്ന് ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരാൾക്ക് പോലും ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റത്തില്ല പെസ്റ്റിസൈഡ് അടങ്ങിയിട്ടില്ല, കെമിക്കൽ അടങ്ങിയിട്ടില്ലെന്ന്. എന്താ, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തുണ്ട്, നമുക്കത് ലഭിക്കുന്നുണ്ട്. നാലാമത്തെ ഘടകം സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ലഭിക്കുന്നുണ്ട്. പക്ഷെ സുഹൃത്തെ, ഞാൻ സൂചിപ്പിക്കുന്നത് ഈ 4 ഘടകങ്ങൾ കിട്ടിയാലും നമുക്ക് വേണ്ട 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എർത്ത് എന്ന് പറയുന്നത് അല്ലെ, ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, മാഗ്നറ്റിക് എനർജി. നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് 7ലും 8ലൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ്. എന്താ, ഭൂമിക്ക് ഒരു സൗത്ത് പോൾ ഉണ്ട്, ഒരു നോർത്ത് പോൾ ഉണ്ട്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം, ഭൂമിയുമായിട്ട് ഒരു ബന്ധം വേണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. ഇതിന്റെ ഒരു ദൂഷ്യഫലം നമ്മൾ അനുഭവിച്ചിട്ടൊരു സംഭവം ഉണ്ടല്ലേ. ഇന്ന് നമുക്ക് ഭൂമിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇതിന്റെ ഏറ്റവും വലുതായിട്ട് മനുഷ്യൻ ഇത് അനുഭവിച്ച വർഷമാണ് 2020 എന്ന് പറയുന്നത്. നമുക്കറിയാം കോവിഡ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ വൈറസ് വന്നിട്ട് ലോകത്തിനെ പിടിച്ചൊന്ന് കുലുക്കിയ വർഷമാണ്.
അല്ലെ? അതിലെന്താണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഞാനും ചിന്തിച്ചൊരു കാര്യമാണ്, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനും ചിന്തിച്ചു. അന്ന് പുതുതായിട്ട് നമ്മളെല്ലാവരും കേൾക്കാൻ തുടങ്ങിയ ഒരു ഘടകമാണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നു. അല്ലേ? സാധാരണപ്പെട്ടവൻ ചിന്തിക്കുന്ന കേസ് എന്താ? ഇങ്ങനത്തെ ശ്വസിക്കാൻ കിട്ടുന്ന ഈ ഒരു സംഭവം എങ്ങനെ കുറഞ്ഞു പോകുന്നു? നമുക്ക് പുറമേ ഉണ്ട് ഓക്സിജൻ, പക്ഷെ എന്താണ് ഇതിന്റെ സയന്റിഫിക്കലി? സിമ്പിൾ ആണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്, കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ 50 ലക്ഷം കോടിയിലധികം സെൽസുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, ഈ എടുക്കുന്ന ഓക്സിജൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സെല്ലുകളിലേക്ക് എത്തണം. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എർത്തിൽ നിന്നുള്ള ഈ ഒരു മാഗ്നറ്റിക് എനർജി. ഇത് കിട്ടിയാൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഓക്സിജൻ കൃത്യമായിട്ട് എല്ലാ സെല്ലുകളിലേക്കും ഷെയർ ചെയ്യുള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ എടുക്കുന്ന ഓക്സിജൻ കൃത്യമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എർത്തുമായിട്ടുള്ള ഈ ഒരു ഘടകം, ഈ ഒരു കണക്ഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. പക്ഷെ ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ തടസ്സം വരുത്തുന്നത് എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബാക്കി 4 ഘടകങ്ങളും കിട്ടുന്നുണ്ട്. 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമായിട്ടുള്ള എർത്തുമായിട്ട് മനുഷ്യനെ മാത്രം ഞാൻ എടുത്തു പറയുന്നു. ലോകത്ത് ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഒരേ ഒരു ജീവി ആരാ? നമ്മളാണ്, അല്ലെ? മനുഷ്യരാണ്. പക്ഷെ മനുഷ്യനെ എങ്ങനെ മാറ്റി നിർത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ സാധിക്കും. ഇത് ഞാനോ അല്ലെങ്കിൽ വേറെ ആരും പറയുന്നതല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള കൗമുദി പത്രത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തില് വന്ന ഒരു ഡോക്ടർ വിവേകാനന്ദൻ, ആ ഒരു പ്രൊഫസറാണ്, അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ആണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം. ചെരുപ്പിന്റെ കണ്ടുപിടുത്തം, അല്ലെ? നമ്മൾ ഇന്ന് ചെരുപ്പിടുന്നുണ്ട്, ഷൂസ് ഇടുന്നുണ്ട്. ഇത് മാത്രമാണോ? ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അയൺ ബോക്സിലാണെന്ന് ഞാൻ പറയും, ചുരുക്കി പറഞ്ഞ. കാരണം എന്താ? നമ്മളുടെ എനർജി ഫുൾ ടൈം സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് പോവുകയാണ്. കാരണം നമ്മൾ സഞ്ചരിക്കുന്ന കാർ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, നമ്മളുടെ എനർജി ഫുൾ ടൈം ഭൂരിഭാഗവും ഇരുമ്പാണ് നമ്മുടെ എനർജി സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് എനർജി സോഴ്സ് ആയിട്ടുള്ള എർത്തുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ? ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകൾ വഴിയാ, അല്ലെ? റേഡിയേഷൻ. ഇന്ന് നിരന്തരമായിട്ട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ. ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ യങ്സ്റ്റേഴ്സിലേക്ക് വരുന്ന സഡൻ ഡെത്ത് പോലെ കുഴഞ്ഞു വീണ് മരണങ്ങൾ ഉൾപ്പെടെ, ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിൾ വഴിയാണ്. എന്ത് ചെയ്യണം? എർത്തുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കണക്ഷൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്നത് എനിക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ഞാനും എന്റെ മൈൻഡിൽ ചോദിച്ചതാണ്, എങ്ങനെ നമ്മൾ എർത്തുമായിട്ട് റീക്രിയേഷൻ നടത്തും? ആ ഒരു കണക്ഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം, അല്ലെ? പണ്ടത്തെ ഒരു പിക്ചറാ. അദ്ദേഹത്തിന്റെ ഏജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എനിക്കുറപ്പാണ്, ഞാനിത് കണ്ട സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് കുറഞ്ഞത് ഒരു 75-80 വയസ്സ്, അല്ലെ? 75 വയസ്സ് നമുക്ക് കൂട്ടാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ ഇന്ന് 75 വയസ്സുള്ള വ്യക്തികൾ നമ്മുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരുണ്ടാവും. പക്ഷെ ഈ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഒരു കൈത്തൊട്ടിയുമായിട്ട് ഒരു കർഷകൻ നിൽക്കുന്ന ആ ഒരു പിക്ചർ, അതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവരൊക്കെ ഭൂമിയിൽ നടന്ന് വളർന്ന ആൾക്കാരാണ്. ഇതെങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം? അതാണ് ഇവിടെ ഹെൽത്തുമായിട്ട് പൈറ്റോറിയം നമ്മുടെ മുൻപിലേക്ക് തരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ, എർത്തിൽ നിന്നും കിട്ടുന്ന കണക്ഷൻ നമ്മളിലേക്ക് എന്താണ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും, ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യും. 99% cause of disease and disorders or any type of dysfunctions only due to lack of blood circulation and oxygen level. എന്താ പറയുന്നത്? 99% നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഏതൊരു പ്രോബ്ലത്തിന് കാരണം എന്താ? ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്തതാണ്. ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എർത്തുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. സുഹൃത്തെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ ബൈറ്റോറിയത്തിലൂടെ കിട്ടുന്ന ബേസിക് പ്രൊഡക്റ്റുകളുടെ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്ത് ഈ ഒരു എർത്തുമായിട്ടുള്ള റീക്രിയേഷൻ സിമ്പിൾ ആയിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നാച്ചുറോപ്പതിയില് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന നമ്പർ 1 ട്രീറ്റ്മെന്റ് ആണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി. ഇന്ന് ബൈറ്റോറിയം ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് പറയും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആയുഷ് എന്തുകൊണ്ടാണ് കൊറോണ യോദ്ധ അവാർഡ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബയോ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഒരു പൊട്ടൻഷ്യൽ ആണോ. ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം എന്താ? അത്
അതിനെപ്പറ്റി പല രീതിയിലുള്ള ചിന്തകൾ ചിലപ്പോ പുതുതായിട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ അത് ക്ലിയർ ചെയ്യണം. എനിക്കും ഉണ്ടായിരുന്ന ഒരുപാട് ചിന്തയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിങ്ങൾ കയറണമെന്ന്. നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങൾക്ക് ഈ മിനിസ്ട്രി ഓഫ് ആയുഷിൽ കയറിയാൽ ആ മിനിസ്ട്രി ഓഫ് ആയുഷിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിന്റെ ആധികാരികതയെ പറ്റി. ഇനി രണ്ടാമത്തെ ഒരു ഘടകമാണ്, ഞാനും നിങ്ങളും എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ഒരു സംഭവമാണ് മാഗ്നറ്റിക് തെറാപ്പി. ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തികൾക്കുള്ള ഒരു വേർഡാണ് എന്താണ്? മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് അറിയാമായിരുന്ന, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്ന ഒരൊറ്റ മാഗ്നറ്റേ ഉള്ളൂ. എന്താ? നമ്മൾ സ്പീക്കറിന്റെയും ടിവിയുടെയും റേഡിയോയുടെയും ഒക്കെ കാണുന്ന ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റ്, മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിനെ പറ്റി മാത്രമേ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ മൈൻഡിൽ ഒരു തെറ്റിദ്ധാരണ കിടക്കുന്നത്. മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റ് ആണ്. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഈ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്ന ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് നിയോഡൈമിയം എന്ന് പറയുന്ന എർത്ത് മാഗ്നറ്റ് ആണ്. പീരിയോഡിക് ടേബിളിൽ 60ാമത്തെ മൂലകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെടുക്കുന്നത് വേറൊന്നുമല്ല, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഒരു 800 അടി താഴേക്ക് മൈൻ ചെയ്തെടുക്കുന്ന വെള്ള കളറുള്ള മണ്ണ. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സെൻട്രൽ പോർഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വൈറ്റ് കളറിലുള്ള പൗഡർ ഫോമിലുള്ള മണ്ണ്. ഇത് എന്ത് ചെയ്യുന്നതാണ്? ഇത് നാനോ ടെക്നോളജിയിൽ നിക്കൽ കോട്ടിങ് കൊടുത്തിട്ട് ഒരു ബട്ടൺ രൂപത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ്? സർക്കുലേഷൻ, നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആകും. നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകൾ എന്താ? പോസിറ്റീവ് നെഗറ്റീവ് തരംഗങ്ങളാണ്. ഇതെന്ത് ചെയ്യും? ഇതിനെ വേറിട്ട് നിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സെല്ലുകൾ ഓർഡർ ആക്കുന്നതിന് ഈ ഒരു മാഗ്നറ്റിന്റെ ടച്ച് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്ന ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളെ പറ്റി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഗുണങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇത് ബയോട്ടോറിയത്തിന്റെ എന്താ ബേസ് പ്രൊഡക്റ്റ് ആണ്, ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ്. ഇന്ന് അത് മാത്രമൊന്നും കേട്ടോ, നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ എന്ത് ചെയ്യും, പ്രൊഡക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ആദ്യമേ നമുക്ക് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എങ്ങനെ ഹെൽത്ത് നമ്മളിലേക്ക് തരും, ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് ഫസ്റ്റ് വരുന്നത് ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കയ്യിൽ കാണാനായിട്ട് സാധിക്കും, എന്താ ഒരു റിസ്റ്റ് ബാൻഡ് എന്റെ കയ്യിലുണ്ട്. ഇന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോട്ടോറിയത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ സ്വന്തം ഹെൽത്തിനെ, എന്റെ ഹെൽത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇത് എന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു റിസ്റ്റ് ബാൻഡിൽ ഏകദേശം 33ഓളം ബയോ മാഗ്നറ്റുകൾ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മാഗ്നറ്റുകൾ എന്ത് ചെയ്യും, നമുക്ക് പകൽ സമയം നമുക്കിത് നമ്മുടെ കയ്യിൽ ധരിക്കാം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് ഒരാൾക്ക് പോലും നെഞ്ചിൽ കൈ വെച്ചിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് വന്നു. എന്താ, 20 വയസ്സുള്ള ഒരു പയ്യൻ എന്ത് ചെയ്തു, കുഴഞ്ഞു വീണ് മരിച്ചു. അതിനു മുമ്പ് കാസർഗോഡ് നിന്നൊരു ന്യൂസ് വന്നു, നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ കണ്ടതാ. ഒരു യങ്ങായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ നിൽക്കുമ്പോ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒരു ടീച്ചർ അദ്ദേഹത്തിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴുന്നു. നവവധു എന്ത് ചെയ്യുന്നു, കുഴഞ്ഞു വീഴുന്നു. ഇതിനൊക്കെ കാരണം എന്താ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഹാർട്ട് അറ്റാക്ക് അല്ലേ? ഇത് വരാനുള്ള മെയിൻ സംഭവം നമ്മുടെ സർക്കുലേഷന്റെ പ്രോബ്ലമാണ്. സുഹൃത്തെ, ഞാൻ പറയുന്നത് എന്റെ ഹെൽത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് 99% ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കുഴഞ്ഞു വീണ് മരണങ്ങൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നൊരു ട്രെൻഡായിട്ട് മാറി. ഇന്ന് പല വ്യക്തികളുടെയും കയ്യിൽ, നിങ്ങൾ ഫിലിം സ്റ്റാർസിന്റെ കയ്യിലൊക്കെ എടുത്തു വെച്ച് നോക്ക്, പലരുടെയും കൈകളിൽ ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യാം, നമ്മുടെ എനർജി ഒട്ടും പോവാതെ നമുക്ക് എനർജി നിലനിർത്താൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ കോംബോ പാക്കിൽ വരുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ട്, അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, പെയിൻ റിലീഫ് ബാൻഡ്. എന്താണ് പെയിൻ റിലീഫ് ബാൻഡ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, തലവേദന വരാം അല്ലെ? നമുക്കറിയാം, നമ്മുടെ തലവേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡോളോ പോലെയുള്ള, പെരഡോള് പോലെയുള്ള ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിക്കും. അതിന്റെ സൈഡ് എഫക്ട് നമുക്കറിയാം. സുഹൃത്തെ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പെയിൻ റിലീഫ് ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെഡിൽ യൂസ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ആ തലവേദന മാറുന്നതായിട്ട് കാണിക്കും. അതുപോലെ മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസേജിലൂടെ മൈഗ്രെയിൻ മാറിയ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടിന് വേദനയുണ്ടോ, നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം.
കൈമുട്ടിൽ വേദനയാണോ അവിടെ യൂസ് ചെയ്യാം. അതുപോലെ തൈറോയിഡിന് യൂസ് ചെയ്യണം, നെക്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ടോ നിങ്ങൾക്ക് ഹെഡിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പെയിൻ റിലീഫ് ബാൻഡ് എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ 2 പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് വാട്ടർ എനർജി പാഡ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആട്ടോ. വൈറ്റോറിയം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ്. എന്താണ് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് എന്ന് ചോദിച്ചാൽ അതിൽ ഏകദേശം 40ഓളം നിയോഡൈമിയം എന്ന് പറയുന്ന എർത്ത് മാഗ്നറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന, നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ബോട്ടിലാണ് അല്ലെ. ഈ ബോട്ടിൽ എന്ത് ചെയ്യണം, ഈ നമ്മുടെ ഈ ഒരു വാട്ടർ എനർജി പാഡ് നമുക്ക് റാപ്പ് ചെയ്യാം. പക്ഷെ ഈ ബോട്ടിൽ എടുക്കേണ്ട വെള്ളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കുടിക്കാൻ യോഗ്യമായ സാധാ പച്ചവെള്ളം ഇതിലെടുക്കുക എന്നുള്ളതാണ്. ഇതെന്താണ് ഇതിൽ നടക്കുന്ന പ്രോസസ് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. മൈക്രോ ക്ലസ്റ്ററിങ്ങിലൂടെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യും, വെള്ളത്തിന്റെ തന്മാത്രാ കൂട്ടങ്ങളെ ഇത് വിഘടിക്കുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 80% നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ അബ്സോർവ് ചെയ്യും. അപ്പൊ രണ്ടാമതൊരു കാര്യമുണ്ട്, സാറേ ഇപ്പൊ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ടല്ലേ. ഇതില്ലാതെ നമ്മൾ കുടിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പണ്ടത്തെ ചെറുപ്പം കാലഘട്ടത്തില് ആ ഒരു ഏജില് നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടി വന്ന് നമ്മുടെ കിണറ്റിൽ നിന്നും ഒരു തൊട്ടി വെള്ളമൊക്കെ നമ്മൾ കുടിച്ചോണ്ടിരുന്ന ആൾക്കാരാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ വയറ് നിറയും. നിങ്ങളുടെ മാത്രമല്ല എന്റെയും വയറ് നിറയും. കാരണം എന്താ, അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 80% വെറുതെ യൂറിനായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. സുഹൃത്തെ, ഈ വാട്ടർ എനർജി പാഡ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. എന്താ, തീരെ നൈസായിട്ട് വെള്ളം ഇറങ്ങുന്നത് അല്ലെ, കട്ടി കുറഞ്ഞ് വെള്ളം ഇറങ്ങുന്ന ഫീലിംഗ് വരും. നമ്മുടെ ബോഡിയുടെ സെല്ലുകൾ അത് അബ്സോർവ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽത്തി ബോഡി ആയിട്ടുള്ളവർക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ വെള്ളം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഇനി ഈ ഒരു വാട്ടർ എനർജി പാഡിന്റെ മൾട്ടി യൂസേജ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിൽ യൂസ് ചെയ്യാം. ബാക്ക് പെയിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടുന്ന നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് വാട്ടർ എനർജി പാഡും. അതും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോമ്പിനേഷൻ പ്രൊഡക്റ്റിലുണ്ട്. അടുത്ത 2 പ്രൊഡക്റ്റുകളാണുള്ളത്. ഒന്ന് പില്ലോ പാഡാണ്. പില്ലോ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിന്റെ ഒരു പില്ലോ പാഡായിട്ട് വരുന്നത്. ഏകദേശം 30ഓളം ബയോ മാഗ്നറ്റുകളാണ് അതുള്ളത്. അതെന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ, ആ പില്ലോ കവറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പില്ലോ പാഡ് നമ്മൾ കയറ്റി വെക്കണം. ഇതങ്ങനെ കയറ്റി വെക്കാൻ പറയാനൊരു കാരണമുണ്ട്. എന്താണ്, ഈ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ്, ഇത് വാഷബിൾ അല്ല. അതുപോലെ എന്ത് ചെയ്യരുത്, നല്ല ഒരു സൺലൈറ്റിലേക്ക് ഇത് ഇടരുത്. അഥവാ നനഞ്ഞാൽ എന്ത് ചെയ്യണം, ഷാഡോയിൽ ഇട്ട് ഉണക്കുക എന്നുള്ള. ഇത് പറയാൻ കാരണം നമ്മൾ മാഗ്നറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ളത് സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അലൈൻമെന്റ് വ്യത്യാസം വരരുത്. വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ എക്സൈറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാഗ്നറ്റിന്റെ പവർ എന്ത് ചെയ്യുന്നുണ്ട്, 25 ഇയറിലേക്ക് യൂസ് ചെയ്യാന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാമെങ്കിൽ 25 ഇയറിലേക്ക് നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ ഒരു നമ്മുടെ പില്ലോ പാഡ് യൂസ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% നിങ്ങളോട് പറയാം. ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിലും ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച വ്യക്തിയെ നിങ്ങൾ തിരിച്ചു വിളിക്കും. എന്ത് പറയും നിങ്ങൾ? ആ വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഫസ്റ്റ് റിസൾട്ട് ആയിരിക്കും ഉറക്കത്തിന്റെ റിസൾട്ട് അല്ലേ. ഇന്നൊരു ഫിസിക്കൽ പ്രോഗ്രാം അല്ലാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ചോദിച്ചാൽ ഒരുപാട് വ്യക്തികൾ റിസൾട്ട് വന്ന് പറയും എന്താ, ഉറക്കം ശരിയായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ രണ്ടാമതൊരു ചിന്ത തോന്നാം, ഈ ഉറക്കമൊക്കെ ഒരു പ്രോബ്ലം ആണോ? സുഹൃത്തെ, നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് ഉണ്ട്. എന്താണെന്നറിയോ, ഏറ്റവും കൂടുതൽ വ്യക്തികൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങാം. സുഹൃത്തെ, വലിയൊരു ഇഷ്യൂ ആട്ടോ. അതിനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു പില്ലോ പാഡ് നമുക്ക് തരുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ. അത് മാത്രമല്ല കേട്ടോ, നമുക്കറിയാം നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലയുടെ വശത്താണ് ഈ ഒരു പില്ലോ പാഡ് ടച്ച് ചെയ്യുന്നത്. എന്തെങ്കിലും ന്യൂറോ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓർമ്മശക്തി, ഇന്ന് ഓർമ്മശക്തിയുടെ കാര്യം പറയുമ്പോൾ പ്രായമാവണമെന്നൊന്നുമില്ല, യങ്സ്റ്റേഴ്സിൽ ഉൾപ്പെടെ ഉണ്ടെന്ന്. യങ്സ്റ്റേഴ്സിൽ ഉൾപ്പെടെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഒരുപാട് മൊബൈൽ നമ്പറുകൾ നമുക്ക് കാണുമ്പോൾ അറിയാം, ശരിയല്ലേ? ഒരുപാട് മൊബൈൽ നമ്പറുകൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ, ഇന്ന് സ്വന്തം മൊബൈൽ ഇല്ലാത്ത കാലഘട്ടം, അതുവരെയും മറന്നു പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിനെ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, റിക്കവർ ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ബയോ മാഗ്നറ്റിക് മാട്രസ് ആണ്. ഏകദേശം
90 മുതൽ 220 മാഗ്നറ്റുകൾ വരെയാണ് ഒരു സിംഗിൾ മാട്രസിൽ കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ മാട്രസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി പാക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നതിന്റെ രീതി സിമ്പിൾ ആണ്. നമ്മൾ എവിടെയാണോ കിടക്കുന്നത്, ബെഡിലാണെങ്കിൽ ബെഡിന്റെ മുകളിൽ, കട്ടിലാണെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, വിരിക്കുക. ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് അതിന്റെ മുകളിൽ വിരിക്കുക. നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ മാട്രസും പില്ലോയും വർക്ക് ചെയ്യും. നമ്മുടെ മുടിനാരിയുടെ തൊട്ട് ചെറുവിരൽ വരെയുള്ള ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനായിട്ട് ഈ പ്രൊഡക്റ്റുകൾ സഹായിക്കും എന്നുള്ള. ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തെ, ഈ ഒരു മാട്രസിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, 2 മണിക്കൂർ ചെരുപ്പില്ലാതെ ഭൂമിയിൽ നടക്കുന്ന, ഡെയിലി നമ്മൾ നടക്കുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ ഹെൽത്തിന് കിട്ടുന്നത്. നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ നടക്കാൻ പോകാറുണ്ട്, എക്സസൈസ് ചെയ്യാൻ പോകാറുണ്ട്, അല്ലെ, യോഗ ചെയ്യാൻ പോകും. എല്ലാത്തിനും ഉള്ളത് എന്താ, എല്ലാത്തിനും ഉള്ളത് നമ്മുടെ സർക്കുലേഷൻ പ്രോപ്പർ ആക്കലാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, സർക്കുലേഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ്. ഇത്രയും ബെനിഫിറ്റുകളാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഹെൽത്ത് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് മാത്രമല്ലല്ലോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള, ഇപ്പൊ ബാക്ക് ബോൺ ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ചപ്പലുകൾ, ബയോമാഗ്നറ്റിക് ചപ്പലുണ്ട്, നീ ഹീലിംഗ് പാഡുകളുണ്ട്, അതുപോലെ വെള്ളി ഹീലിംഗ് പാഡ് ഉണ്ട്, ഐ ഹീലിംഗ് പാഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹെൽമെറ്റ് പാഡുകളുണ്ട്, അതുപോലെ നമ്മുടെ ടൈസിനൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അതിന് മാത്രമായിട്ടുള്ള പാഡുകളുണ്ട്, 20 ലിറ്ററിന്റെ വാട്ടർ ടാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയത്, ചെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയത്, യോഗ മാറ്റുകൾ, ബയോമാഗ്നറ്റിക് മാറ്റുകൾ, പ്രീമിയം കാറിൽ ഉൾപ്പെടെ യൂസ് ചെയ്യാൻ പറ്റിയ കുഷ്യനുകൾ, ഇതെല്ലാം ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ട്. ഇതിന് മൊത്തത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് ബയോട്ടോറിയം പ്രൊഡക്റ്റിലൂടെ കിട്ടുന്ന, നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിലൂടെ കിട്ടുന്ന നമ്മളുടെ റിലീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ഏറ്റവും വലിയൊരു പാർട്ടാണ്. ഈ സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി കുറച്ച് റിസൾട്ടുകൾ, വിരലിലുണ്ടാവുന്ന കുറച്ച് റിസൾട്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്താ, റിസൾട്ട് കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, അത് നമ്മുടെ ടൈം പോകും. ഇത് ഒരു മുറിവ് ഉണങ്ങിയ ഒരു റിസൾട്ടാണ്. ഒരു മുറിവ് ഉണങ്ങിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ, ഞാനൊരു ഫ്രണ്ടിനെ കാണിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജീവനെ മുറിവൊക്കെ ഉണ്ടായാൽ അത് ഉണങ്ങുന്നത് ഒരു റിസൾട്ട് ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ കേൾക്കുന്നതിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം, പലർക്കും ഷുഗർ വന്നിട്ട് ഒരു ഉറുമ്പ് കടിച്ചൊരു മുറിവ് ഉണ്ടെങ്കിൽ ആ മുറിവിന് ലക്ഷങ്ങൾ ചെലവാക്കി വർഷങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് സുഹൃത്തെ. അതുപോലെ ഇരുന്നൊരു വ്യക്തിയാട്ടോ. ആ വ്യക്തി വർഷങ്ങളായിട്ട് ആ ഒരു മുറിവിന് വേണ്ടി ഇരുന്നെങ്കിൽ വെറും 8 ആഴ്ച നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ എന്തായി, ആ മുറിവ് ഉണങ്ങിയെന്നുള്ള. അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം, കൂടുതലും ലേഡീസിനാണ്, ജെന്റ്സിനും ഉണ്ട്. ആ തൈറോയിഡിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയത് 20 ഉണ്ടായിരുന്ന തൈറോയിഡ് നമുക്ക് വെറും 1 മന്ത്, 1 മാസത്തെ ഉപയോഗം കൊണ്ട് 1.06 മാറി. അതുപോലെ വെരിക്കോസിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ഓരോ ദിവസവും ഇപ്പൊ ഇന്നും ഇഷ്ടംപോലെ റിസൾട്ടുകൾ വരുന്നുണ്ട്. വെരിക്കോസിന്റെ റിസൾട്ടുകൾ, വെരിക്കോസ് അൾസറിന്റെ റിസൾട്ട്, അതുപോലെ തന്നെ നമുക്കറിയാം സ്കിൻ ഡിസീസ് അല്ലെ, ഏറ്റവും വലിയ സ്കിന്നിന്റെ പ്രോബ്ലം ആണ് എന്താണ്, സോറിയാസ് അല്ലെ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലംസ് ഉൾപ്പെടെ, ഇത് വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, അദ്ദേഹത്തിന് മാറിയിട്ടുള്ള റിസൾട്ട്. അതുപോലെ തന്നെ തൊട്ടിൽപ്പാലം സ്വദേശിയായിട്ടുള്ള നിഷ മാഡം, പലരും ചോദിക്കും ഇന്നത് മാറോ, അങ്ങനെ നമ്മളോട് ചോദിച്ചതാണ്. അദ്ദേഹത്തിന് 13 വർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉദര പ്രോബ്ലം, വയറിനുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ, ഡോക്ടേഴ്സിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ആ ഒരു പ്രോബ്ലം നമ്മളോട് അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ച ഇന്നത് മാറുമോന്നാ. പക്ഷെ നമ്മൾ അവർക്കൊക്കെ കൊടുത്തൊരു ഉത്തരം, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ, ഒരു അസുഖം മാറുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ പ്രശസ്തിയില്ല. സർക്കുലേഷനെ സംബന്ധിച്ചോ സെല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ മാറുമെന്ന് പറഞ്ഞു. ആ മാഡം എന്ത് ചെയ്തു, നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് അദ്ദേഹത്തിനൊക്കെ അറിയാനായിട്ട് സാധിക്കുമല്ലോ, വെറും 10 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ്. ആ ഒരു റെഡ് ഡ്രസ്സിൽ അദ്ദേഹം നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഓരോ റിസൾട്ടുകൾ. ഈ ഒരു പിക്ചറൊക്കെ ചില വ്യക്തികൾ എന്ത് ചെയ്യുള്ളൂ, ഒറ്റ നോക്കുള്ളൂ. കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോ ഒരു മാഡം എന്നോട് ചോദിച്ചു, സാറേ ഇതൊക്കെ കാല് തന്നെയാണോ? കാരണം എന്താ, നമ്മൾ കാണാത്ത, നമ്മൾ അനുഭവിക്കാത്ത വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ടെന്ന്. ഈ കാലും കൊണ്ട് അദ്ദേഹം നടന്നപ്പോ 4 ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞല്ലേ. ഇന്ന് ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു സ്ഥിരം സംഭവം മുറിച്ചു കളയുക എന്നുള്ള സംഭവം. ആ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്ത്, അദ്ദേഹത്തിന് ഡൗട്ടാണ്. നമ്മൾ പറഞ്ഞ സാറ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കും. പക്ഷെ അദ്ദേഹം ഇന്ന് ഞങ്ങൾ ഞെട്ടിച്ചൊരു കാര്യം, അദ്ദേഹം ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള രാജീവൻ, അദ്ദേഹം നടക്കുന്ന, ആ കാലുപയോഗിച്ച് നടക്കുന്ന വീഡിയോ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഇട്ട് തരാൻ പറയണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പറഞ്ഞ ഈ സംസാരിച്ച എല്ലാ കാര്യങ്ങളും
അത്തരത്തില് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. ഇനി അടുത്തൊരു കാര്യം, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നിങ്ങളോട് ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ കാര്യം തന്നെ ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഏതൊക്കെ കാറ്റഗറി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള. സുഹൃത്തുക്കളെ, കാറ്റഗറി ഒന്നും ഇല്ലട്ടോ. കാരണം ഇത് ഏറ്റവും VVIPകൾ മുതൽ, ഇപ്പൊ നിതിൻ ഗഡ്കരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെൻട്രൽ മിനിസ്റ്റർ. അദ്ദേഹം ഒരു പിക്ചർ, ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരു പിക്ചർ, ഒരു ഫോട്ടോ നിൽക്കണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എത്രയോ വിങ്സ് ഉണ്ടാവും. അവരെല്ലാവരും കറക്റ്റ് ചെയ്തിട്ടാണല്ലേ. അത് മാത്രമല്ലോ, നിതിൻ ഗഡ്കരി ഉൾപ്പെടെ നമുക്ക് ഒരുപാട് പേര്, ഇത് ഗുജറാത്തിന്റെ മിനിസ്റ്റർ, അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ, ഗോവയുടെ മിനിസ്റ്റർ, അതുപോലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ്, ഒരുപാട് വ്യക്തികൾ, VVIP, മേനകാ ഗാന്ധി ഉൾപ്പെടെ. ഇനി അതുപോലെ തന്നെ ആയുഷ് മിനിസ്റ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അംഗീകാരം കിട്ടി, അവാർഡ് കിട്ടി. അത് മാത്രമല്ല, ആയുഷ് എന്ന് പറയുന്ന ആ ഒരു മിനിസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ മിനിസ്റ്റർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വൈറ്റോറിയം മാർക്കറ്റ് ചെയ്യുന്ന ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷിയുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു പിക്ചറാണ്. അതുപോലെ തന്നെ ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ XMP ആണ് ആരിഫ് MP, നമ്മളുടെ സേവ്യർ സാറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ദലീമ ജോജോ. MLA ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. AV താമരാക്ഷൻ സാർ ഉൾപ്പെടെ, ഫിലിം ഫീൽഡിലേക്ക് വന്നാൽ ദീപക് ദേവ് ഉൾപ്പെടെ, ടിനി ടോം ഉൾപ്പെടെ. ഞാൻ പറയുന്നത് ടിനി ടോമിന്റെ ഒക്കെ പല പിക്ചേഴ്സിലും അവരുടെ കൈകളിൽ ഈ ഒരു ബാൻഡ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവരങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ മനോജ് ആന്റി, ബീന ആന്റണി, ജോൺ പോൾ ഇയാനം, ഡയറക്ടർ ഓഫ് നവചൈതന്യ ഡയറക്ടറാണ്. അതുപോലെ വാട്ടർ തലയപ്പള്ളി. ഇങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് കേട്ടോ, 300-ലധികം ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. കോട്ടയത്തുള്ള ഡോക്ടറാണ് ഡോക്ടർ എബ്രഹാം ഡോക്ടർ, ആൾ MBBS MD ആണ്, ആൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ ഏകദേശം 5-6ഓളം ഡോക്ടേഴ്സിലേക്ക് ഞാൻ പ്രൊഡക്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. ആ റെഫർ ചെയ്തപ്പോ എന്നോട് ഫസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു ഡോക്ടറാണ് ഉസാം. ഓൾറെഡി കോഴിക്കോട് ക്രസന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, റേഡിയോളജിസ്റ്റാണ്. ഞാൻ പറയുന്നത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താ, അവർക്കൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി അറിയാന്ന്. നമ്മൾ കുറച്ച് വ്യക്തികൾക്കാണ് ഈ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി അറിയാതെ ഉള്ളൂ. ഒരുപാട് ഡോക്ടേഴ്സിന് അറിയാം, അവരുടെ ഹെൽത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. സുഹൃത്തെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്ന് പുതുതായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇത്രയും VVIPകൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ഈ VVIPകൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇത്രയേറെ റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൂടാ? നമ്മുടെ ലൈഫിന് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രൊഡക്റ്റ് ആണ് വൈറ്റോറിയത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു സബ്ജക്റ്റാ. എന്താ, ഇന്ന് 99%ഉം ഒരു ലൈഫിൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിസ്സംശയം പറയും, അതിന് ഏറ്റവും വലിയൊരു കാര്യം അവന്റെ ക്യാഷ് ഇല്ലായ്മ, അല്ലെ, അവന്റെ കയ്യിൽ പണമില്ലെന്നുള്ള, പോക്കറ്റിന് കട്ടിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ലൈഫിലെ പരാജയം. സുഹൃത്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു കമ്പനിയും നമ്മളോട് പറയാണ്, നെക്സ്റ്റ് ട്രെൻഡ് ഇന്ത്യയിൽ ഏതാന്ന് ചോദിച്ചാൽ അതിനെന്തേ ഉള്ളൂ, ഒരൊറ്റ വേടേ ഉള്ളൂ കേട്ടോ, അത് ഈ വൈറ്റോറിയ. അത് ട്രെൻഡ് ആകാൻ എന്താ കാരണം എന്നറിയോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് നമ്മളിലേക്ക് തരുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റോറിയം നമ്മളിലേക്ക് വെൽത്തും തരുന്നുണ്ട്. ഞാൻ ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. എന്നെ ഈ പ്രൊഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യിച്ച 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറയും, നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ഒരു മെഡിസിൻ ഇല്ല, അല്ലെ, ഒരു മരുന്നുമില്ല, പുറമേ യൂസ് ചെയ്യേണ്ട ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് വ്യക്തികൾ, എന്താ, പ്രഗ്നൻസിയിലുള്ള ലേഡീസ്, അതുപോലെ തന്നെ പേസ് മേക്കർ വെച്ചിട്ടുള്ള വ്യക്തികൾ, അല്ലെ, അതുപോലെ തന്നെ നമുക്കറിയാം ഇൻസുലിന്റെ ഇലക്ട്രോണിക് പമ്പ് ഘടിപ്പിച്ചവര്. ഈ വ്യക്തികൾ ഒഴികെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു സൈഡ് എഫക്ട് ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രെൻഡ് വൈറ്റോറിയം എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് മുംബൈയിൽ മിറ റോഡിൽ ഈ വൈറ്റോറിയം കമ്പനിയിലാണ്. ഞാൻ ഏകദേശം 2 തവണ കമ്പനി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് അതിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യം, അവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഞാൻ ഇന്നത് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാൻ കാര്യം, ഈ ഒരു പിക്ചറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇത് കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി ട്രിവാൻഡ്രത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നൊരു പ്രോഗ്രാമാണ്. എന്താണ് അതിൽ, മാതൃഭൂമി പത്രത്തിൽ വന്നൊരു ന്യൂസ് ആണ്, ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖയായി ലക്ഷ്യം വിപണി സുതാര്യത. ആരാ പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഇന്ന് അഭിമാനത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇന്ന് ഇന്ത്യയില് ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ലീഗലാക്കിയപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ ലീഗാലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിൽ മുൻകൈയെടുത്ത് ഒരു സംസ്ഥാനം വ്യക്തമായിട്ട് അതിന് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ആക്കി ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള സംസ്ഥാനമാണ്. നമുക്ക് ഇന്ന് ഏതൊരു വ്യക്തിയോടും പറയാമെന്ന്, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി, ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഏതൊരു വ്യക്തിയോടും പറയാം. കാരണം ഗവൺമെന്റ് തന്നെ നമുക്ക് അതിന് അംഗീകാരം തന്നു എന്നുള്ള. സുഹൃത്ത്, എന്താണ് ഡയറക്ട് സെല്ലിംഗ്? സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രൊഡക്റ്റുകളും ഒരുപാട് അഡ്വർടൈസ്മെന്റും ഒരുപാട് ഇടത്തട്ടുകാരും കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്തുന്നത് അല്ലെ. നമ്മൾ ബൂസ്റ്റ് വാങ്ങിക്കുമ്പോൾ ആ ബൂസ്റ്റിന്റെ ഒരു വിഹിതം വിരാട് കോഹ്ലിയുടെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഹിതം സച്ചിന്റെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ്, ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാമെങ്കിൽ അതിന്റെ ഒരു വിഹിതം നമ്മുടെ പോക്കറ്റിലേക്കും എത്തിക്കാം. സിമ്പിൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സിമ്പിൾ ബിസിനസ് ആണ്. അവര് വാങ്ങിക്കുന്ന ആ ഒരു സെയിം വരുമാനം നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെ നമ്മളൊരു സെലിബ്രിറ്റി അല്ല, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊരു സെലിബ്രിറ്റി അല്ല, നമ്മളൊരു സ്പോർട്സ് താരമല്ല, ഒന്നുമല്ലെങ്കിൽ കൂടി അവര് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വരുമാനം നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമുക്ക് എത്തിക്കാമെന്ന്. അതിനായിട്ട് ഈ ബയോട്ടോറിയം നമ്മളിലേക്ക് എന്ത് ചെയ്യണേന്, ഈ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ബയോട്ടോറിയം മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് തരാൻ തയ്യാറാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ ഡീലർഷിപ്പ് എടുക്കും, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡീലർഷിപ്പ് നിങ്ങൾക്ക് എടുക്കണം. ഞാൻ 100% നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം. ബെസ്റ്റ് ബേക്കറിയുടെ ഡീലർഷിപ്പ് എടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം വേണം, അതിനുവേണ്ട ഫർണിച്ചർ വേണം, അതിനുവേണ്ട തൊഴിലാളികൾ വേണം, അതിന് അവര് പറയുന്ന കണ്ടീഷൻസ് എല്ലാം വേണമെന്ന്. സുഹൃത്തെ, ഇവിടെ ബയോട്ടോറിയം നിങ്ങളോട് പറയുന്ന ഈ കണ്ടീഷൻസ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ബയോട്ടോറിയത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകണോ? എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണോ? നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല, നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്, നിങ്ങളുടെ ജീവിതാവസാനം, നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ത് ചെയ്യും, ബയോട്ടോറിയം നമ്മുടെ കയ്യിലേക്ക് വരും. സുഹൃത്ത്, അങ്ങനെ എടുത്ത് കഴിഞ്ഞ 18 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ചെറിയ കാര്യങ്ങളാണ്, എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് കടന്നു വരാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോംബോ പാക്കുകൾ. സുഹൃത്ത്, ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളും കേട്ട് കാണും. ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വിപണിയിലെ വില. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് സുതാര്യമായിട്ട് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വിലയിൽ ഏതൊരു സാധാരണപ്പെട്ടവനും ഇന്ന് വാങ്ങിക്കാവുന്ന വിലയിലേക്കാണ് ബയോട്ടോറിയം അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു സിംഗിൾ മാട്രസ് ആണ് അല്ലെങ്കിൽ സിംഗിൾ കോംബോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ വെറും 9800, 9800 രൂപ വാങ്ങാം. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് 9800 2 പ്രൊഡക്റ്റ് വേണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, 19600 കൊടുക്കണ്ട കേട്ടോ. ഫാമിലി പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 16500 രൂപ വാങ്ങാം. സുഹൃത്ത്, അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 9800 സിംഗിൾ പ്രൊഡക്റ്റ്, ഒരാൾക്ക് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റിന് 50 പോയിന്റും 16500 ഫാമിലി പാക്കിന് 100 പോയിന്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിലൂടെ വരുമാനം നേടുന്നത് എന്നുള്ള. സുഹൃത്ത്, ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. നിങ്ങൾ 9800 പ്രൊഡക്റ്റ് ആണ് സെലക്ട് ചെയ്യുകയെങ്കിൽ ഈ 9800 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോട്ടോറിയം കമ്പനിയിലേക്ക് ഇടാം. ഞാനത് പറയാൻ കാരണം രണ്ടാമത് നമുക്ക് വരുന്നൊരു കൺഫ്യൂഷൻ, ഇതിലൊരു കമ്മീഷൻ ഉണ്ടോ? ഇല്ലട്ടോ. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നു അത് നിങ്ങൾക്ക് ബയോട്ടോറിയം കമ്പനിയിലേക്ക് ഇടാം. ആ സ്ക്രീൻഷോട്ട് മാത്രം മതി നിങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട്. ഇനി 16500 ആണെങ്കിൽ 100 PV നിങ്ങൾക്ക് കിട്ടും, 9800 ആണെങ്കിൽ 50 PV കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുമാനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കമ്പനി പറയുന്ന ഒരു സിമ്പിൾ ക്രൈറ്റീരിയ ആണ്, വേറെ ഒന്നുമില്ല. ഈ 50 പോയിന്റിന്റെയും 100 പോയിന്റിന്റെയും ഓരോരോ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിലോട്ട് എത്തിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടന്നു വന്നു, എന്റെ ഒരു വൈഫിന്റെ ഒരു ബാക്ക് പെയിന് എനിക്ക് പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രീമിയം പ്രൊഡക്റ്റ് വൈഫിനായിട്ട് 9800 ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു 11 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി. സുഹൃത്തെ, റിസൾട്ട് കിട്ടി, എനിക്ക് നല്ലതാണെന്ന് തോന്നിയ സംഭവം എനിക്ക് എന്ത് ചെയ്താൽ മതി, എനിക്ക് 2 പേരോട് ഷെയർ ചെയ്താൽ മതി. ഇന്ന് ഞാൻ എന്റെ സുഹൃത്തിന് ഒരു 50 പോയിന്റും എന്റെ ഒരു റിലേറ്റീവിന് ഒരു 100 പോയിന്റും കൊടുത്തപ്പോൾ എന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. ഒന്ന് ഓർത്ത് നോക്കിയ, സിമ്പിൾ. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രൈറ്റീരിയ ബോണസ് ആയിട്ട് ഒരു 500 കിട്ടും, ഒരു 500 രൂപ കിട്ടും. സുഹൃത്ത്, അവിടെ 500 രൂപയിൽ ഒതുങ്ങിയിട്ടില്ല കേട്ടോ, ഇത് ക്രൈറ്റീരിയ ബോണസ് മാത്രമാണ്. സുഹൃത്ത്, അങ്ങനെ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ 7 ടൈപ്പ് ഓഫ് ഇൻകം ആണ് ബയോട്ടോറിയം നമുക്ക് ഓപ്പൺ ആക്കി തരുന്നത്. 7 തരത്തിലുള്ള വരുമാനം നമുക്ക് ഓപ്പൺ ആക്കും.
ഞാൻ ഈ 7 ടൈപ്പ് വരുമാനം നിങ്ങളോട് പറയില്ല. കാരണം എന്താ, 7 ടൈപ്പ് വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് കേറില്ല. പക്ഷെ കുറച്ച് വരുമാനങ്ങളെ പറ്റി നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് വരുമാനം എങ്ങനെ വരുമാനം തരും ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തിട്ട് KYC ചെയ്യണം. KYC അറിയാലോ, കാരണം അത് ലീഗലി ആയതുകൊണ്ട് അതിന്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ, ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. സുഹൃത്ത്, ഈ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മുടെ വരുമാനം വരുന്നത്. സുഹൃത്ത്, ഇനി വരുമാനം തരുന്നൊരു രീതി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡെയിലി ബേസിസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട്, വീക്ക്ലി നമുക്ക് വരുമാനം കിട്ടുന്നവരുണ്ട്, മന്ത്ലി ഒരു ശമ്പളമായിട്ട് നമ്മളിലേക്ക് കിട്ടുന്ന വ്യക്തികളുണ്ട്. ഇവിടെ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എന്നെ ഞെട്ടിച്ചൊരു കാര്യമായിട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഡെയിലി ഒരു വരുമാനമല്ല കേട്ടോ, ഡെയിലി ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും 2 വരുമാനം നിങ്ങളിലേക്ക് എത്തിക്കാം. ഒരു 24 മണിക്കൂറിനെ ബയോട്ടോറിയം 2ആയിട്ട് ഭാഗിച്ചേക്കുന്നതാണ്. ഒന്ന് മോർണിംഗ് സൈക്കിൾ, രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള ആ ഒരു സൈക്കിളാണ് മോർണിംഗ് സൈക്കിൾ. വൈകിട്ട് 5 PM തൊട്ട് ഏർലി മോർണിംഗ് 5 AM വരെ 5 AM വരെയുള്ളത് ഒരു നൈറ്റ് സൈക്കിൾ. ഈ 2 സൈക്കിളിൽ നടക്കുന്ന ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്ത് 1 ഡേ 2 ഡേ 3 ഡേ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 4ാമത്തെ ദിവസം സുഹൃത്തെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്യും. 2% ടാക്സ് TDS കട്ട് ചെയ്തിട്ട് ഒന്ന് ഓർത്ത് നോക്കി, പ്യൂർ ബൈറ്റ് മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ബിസിനസ് ആണ്. ഇനി അതെങ്ങനെയാ ഫസ്റ്റ് വരുമാനം ഞാൻ സൂചിപ്പിച്ചു, ആ 7 വരുമാനത്തിൽ ആദ്യത്തെ വരുമാനമാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടി. നമ്മൾ 2 വ്യക്തികളോട് ഈ ഒരു പ്രൊജക്ട് പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് പറഞ്ഞു, അദ്ദേഹം പ്രൊഡക്റ്റ് എടുത്തു. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഞാൻ ഒറ്റയ്ക്കാണോ? ഞാൻ കൊടുത്ത 2 പ്രൊഡക്റ്റ് കൊടുത്ത ആ 2 വ്യക്തികളുണ്ടല്ലേ, ഞങ്ങൾ 3 പേരായി. ആ 3 പേരിലേക്കാണ് ഇന്ന് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. സുഹൃത്തെ, ഞങ്ങൾ 3 പേരും ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ മറ്റുള്ളവരോട് പറയലേ. സുഹൃത്തെ, അങ്ങനെ നടക്കുന്ന ബിസിനസ്സുകളെ കമ്പനി സൂപ്പർ അവയർനെസ് ബോണസിൽ എന്ത് ചെയ്യും, നമ്മളിലേക്ക് കിട്ടും എന്നുള്ളതാണ്. അതിനായിട്ട് എന്ത് വരും, സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 2 ഓർഗനൈസേഷനിലും നടക്കുന്നത് പോയിന്റ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പോയിന്റിന് 10 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 50 പോയിന്റിന്റെ ബിസിനസ് ഇന്നോ നാളെയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് 2 കൂടി പെയർ മാച്ച് ചെയ്യും, 500 രൂപ കിട്ടും. ഇനി 100 പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 1000 രൂപയിലേക്ക് കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു സൈക്കിളിൽ ഒരു 12 മണിക്കൂറിൽ കമ്പനി വെച്ചിരിക്കുന്ന സീലിംഗ് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ലിമിറ്റിൽ കൂടുതൽ തരാൻ പറ്റത്തില്ല, 1000 PV ആണ്. എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ സൂപ്പർ അവയർനെസ് ബോണസ് മാത്രമായിട്ട് എന്ത് ചെയ്യാം, 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു ദിവസം ഈ ഇൻകം മാത്രം എത്ര അക്കൗണ്ടിലേക്ക് വാങ്ങാം, 20,000 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വരുമാനം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ, നമ്മളിലേക്ക് എങ്ങനെ വരുമാനം കൂട്ടാന്നുള്ളത്. സുഹൃത്ത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂപ്പർ ഫാമിലി ബോണസ് ആണ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച 2 സൈക്കിളായിട്ടാണ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സുഹൃത്ത്, നിങ്ങൾക്ക് നടക്കുന്ന 2 ഓർഗനൈസേഷനിലും നടക്കുന്ന ബിസിനസ്സുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ബിസിനസ്സുകൾ ഒരു സൈക്കിളിലാണെങ്കിൽ നിങ്ങൾക്ക് അവയർനെസ് ബോണസ് മാത്രമൊന്നുമല്ല കേട്ടോ, അവയർനെസ് ബോണസ് ഒന്നുമല്ല. ഇവിടെ 100 പോയിന്റാ കൊടുത്തിരിക്കുന്നത്. 100 പോയിന്റ് നിങ്ങൾ മാറ്, ഒരു 50 പോയിന്റ് നടന്നുകൊണ്ട് വെക്ക്. നിങ്ങൾക്ക് വലിയൊരു ടീം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടീമില്ലേ, 100 പോയിന്റിന്റെ ഒരു സൈക്കിളിൽ നടന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നിസ്സംശയം പറയാം, ഇതുവരെയും മാർക്കറ്റിലുള്ള ഏതൊരു കമ്പനിയും ഏറ്റവും ടോപ്പ് പോയി കഴിഞ്ഞാൽ 50 പോയിന്റ് മാർക്കറ്റ് ചെയ്താൽ 500 രൂപയാ. ഇനി അത് ഏറ്റവും കൂടുതൽ അതിന്റെ ഇരട്ടി കൊടുക്കുമായിരിക്കും, 1000 രൂപ കൊടുക്കുമായിരിക്കും. സുഹൃത്തെ, ഇവിടെ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് 50 പോയിന്റ് ഒരു സൈക്കിളിൽ പെയർ മാച്ച് ചെയ്താൽ ഇവിടെ സൂപ്പർ ഫാമിലി ബോണസും അവയർനെസ് ബോണസുമായിട്ടും ഏകദേശം 3850 രൂപ. ഇനി അത് 100 പോയിന്റ് ഫാമിലി പാക്കാണ് പോകുന്നതെങ്കിൽ 7750 രൂപ ഒരു 12 മണിക്കൂറിൽ കിട്ടുമെന്ന്. ഒരു 12 മണിക്കൂറിൽ 7750 രൂപ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ അവയർനെസ് ബോണസ് 10,000 രൂപ ഒരു സൈക്കിളിൽ, അതുപോലെ തന്നെ സൂപ്പർ ഫാമിലി ബോണസ് 6750, ടോട്ടൽ 16,750 ഒരു 12 മണിക്കൂറും പെർ ഡേ 24 മണിക്കൂറും 33,500 രൂപയും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ബയോട്ടോറിയത്തിൽ കിടക്കുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ ചിന്ത എന്താണെന്ന് എനിക്കറിയാം, കാരണം ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ്. ഇത് വാങ്ങിയ വ്യക്തികളൊക്കെ അല്ലേ, പലരും ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിൽ ഒരുപാട് കോടികൾ വാങ്ങിച്ച വ്യക്തികളെ കാണിക്കാൻ പറയുമ്പോ പല കമ്പനിക്കാരും പറയുന്ന എവിടെയുണ്ട്,
ഗുജറാത്തിലുണ്ട്, ഹരിയാനയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പൈത്തോട്ടിയം ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മൾ നിങ്ങളുടെ മുൻപിൽ കാണിക്കുന്ന വ്യക്തികളെല്ലാം കേരളക്കരയിലുള്ളതാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിലും പാലക്കാടും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലും കോട്ടയത്തും ആലപ്പുഴ എല്ലായിടത്തുമുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 CR എബോ നേടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് വ്യക്തികളാട്ടോ. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് 3 കോടിയിലധികം, ഏകദേശം 3.5 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിയ ഇന്ന് സേവ്യർ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ മനോജ് സാറ് തൃപ്പൂണിത്തുറ സ്വദേശി 2 കോടി രൂപയോളം വരുമാനം വാങ്ങിച്ചു. സുഹൃത്തെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആഷിഖ് സാറും സൂചിപ്പിച്ചു. അടുത്ത നമ്മുടെ സെക്ഷനിലോട് സംസാരിക്കാൻ പോകുന്ന മുഹമ്മദ് റാഫി സാർ എന്റെ മെന്ററാണ്, പല വ്യക്തികളുടെ മെന്ററാണ്. അത് മാത്രമല്ല കേട്ടോ, കാരണം എന്താണ്, ഇന്ന് ഏതൊരു സാധാരണപ്പെട്ടവനും അസാധാരണക്കാരനാകാമെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ കണക്കുകൂട്ടൽ കറക്റ്റ് ആണെങ്കിൽ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, 2,50,00,000 രൂപയോളം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ JP സാറ്, അനീസ് സാറ്, RK സാറ്, ഇന്ന് ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള റെജി സാറ്, അതുപോലെ തന്നെ LP സാറ്, ഇവര് മാത്രമൊന്നുമല്ല ഒരുപാട് വ്യക്തികൾ 1 CR എബോ നേടിയ വ്യക്തികളുണ്ട്. 50 ലക്ഷം നേടിയ ഏകദേശം 8-10ഓളം വ്യക്തികളുണ്ട്. ഇന്ന് വളരെയധികം പ്രൗഢോടുകൂടി നമുക്ക് പറയും. കാരണം എന്താ, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള വ്യക്തികൾ നോക്കുന്നത് അവരുടെ ഡ്രസ് കോഡ് ആണെങ്കിൽ ഇന്ന് അതൊന്നുമല്ലാതെ സ്വന്തം റിസൾട്ട് ഹൃദയത്തിൽ നിന്നും മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട് ഇന്ന് വെറും 30 മാസം കൊണ്ട് 3 കോടി രൂപ. എന്റെ ചിന്തയിൽ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ വേറെ ഒരു പ്രൊജക്റ്റിലും വാങ്ങിയിട്ട്. ഇന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ സേവ്യർ വെള്ളേത്തർ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇഷ്ടത്തോടെ സേവ്യർ എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തി. ഇന്ന് നമ്മുടെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ഇന്ന് ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ മാത്രമല്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, അതൊരു ബേസ് പ്രൊഡക്റ്റ് ആണ്. അത് കൂടാതെ വെൽനസ് സെഗ്മെന്റിൽ മോർ പവർ എന്ന് പറയുന്ന ഏകദേശം 46ഓളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഏറ്റവും കൂടുതൽ 400ഓളം അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് സെക്ഷൽ എനർജി. പലരും പറയാനായിട്ട് മടിക്കും, പക്ഷെ ഇന്ന് അലോപ്പതി മാർക്കറ്റിൽ കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, അവിടെ സൈഡ് എഫക്ട് ഉണ്ടെങ്കിൽ ഇവിടെ സൈഡ് എഫക്ട് ഇല്ലാതെ ഇന്ന് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു പറയേണ്ടതാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മോർ പവർ ഇന്ന് കമ്പനി ഇന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അൾട്രാബെറി ജ്യൂസുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാർഷികം കൃഷി മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ന് ബയോട്ടോറിയത്തിന് സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ട് നിലവിലുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ ഉൾപ്പെടെ EV സ്കൂട്ടർ ഉൾപ്പെടെ ഇന്ന് സൈബർമാൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി ആപ്പ് ഉൾപ്പെടെ സുഹൃത്തെ ഒരു കുടക്കീഴിൽ നിങ്ങൾ നോക്കേണ്ടത് അഗ്രികൾച്ചറും FMCGയും ആയുർവേദിക്കും ഫാഷനബിൾ പ്രൊഡക്റ്റും. ചിന്തിച്ചു നോക്ക്, ഇന്ന് ബേസ് മാത്രമാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ്. അത് മാത്രമല്ല, ഷൂസ് ആണോ, ഡ്രസ് മെറ്റീരിയൽ ആണോ, വീട്ടിലേക്ക് വേണ്ട അരിയും പഞ്ചസാരയും നെയ്യും എല്ലാം A to Z കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ ബയോട്ടോറിയം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ, കാറുകൾ ഉൾപ്പെടെ, എനിക്കൊരു സ്ഥലം വേണോ അതിന്റെ ഉൾപ്പെടെ ഏതൊരു സെഗ്മെന്റിൽ വേണോ വലിയ രീതിയിലായിട്ടുള്ള ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ മുൻപിലേക്ക് വാതിൽ തുറന്നിട്ടേക്കണേ. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നമ്മളാ. ഞാൻ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോ ഞാൻ സൂചിപ്പിച്ചു, നമ്മളുടെ ഹെൽത്തും വെൽത്തും ഇത് നമ്മളിലേക്ക് കിട്ടും. ഇന്ന് ഹാപ്പി കസ്റ്റമേഴ്സ് ഇന്ത്യയിൽ 25 ലക്ഷം മെമ്പേഴ്സാ ഇന്ന് ബയോട്ടോറിയത്തിന് അവകാശത്തോടെ പറയാനായിട്ടുള്ളത്. അത് കേരളത്തിൽ എടുത്തു വെച്ച് നോക്കിയാൽ ഏകദേശം 3 ലക്ഷം മെമ്പേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവാട്ടോ, സ്റ്റാർട്ടിംഗ് ആണ്, തുടക്കമാണ്. ബയോട്ടോറിയം ഇന്ന് തുടങ്ങിയിട്ടുള്ളത്, പടി വെട്ടാൻ പോയിട്ടുള്ളതെന്ന് പറയും അല്ലെ, തുടങ്ങാൻ പോകുന്നത്. ആ രീതിയിലേക്ക് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ഒരു സ്ലൈഡും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ കഴിഞ്ഞ 2023 ഡിസംബർ 29 കമ്പനിക്ക് കിട്ടിയ ഒരു അവാർഡാണ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ. മലയാളത്തിൽ പറഞ്ഞാൽ വിശ്വസനീയമായ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് കൊടുത്ത വ്യക്തി അവിടെ കാണിച്ചിട്ടുണ്ട്. ആരാ? ഓണറബിൾ ഗവർണർ ഓഫ് മഹാരാഷ്ട്രയുടെ ഗവർണറുടെ കയ്യിൽ നിന്നും നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി സാർ അത് വാങ്ങിക്കുന്ന പിക്ചറാ. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അല്ലെ? ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം സുഹൃത്ത് 100% ഓക്കെ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തായാലും സമയത്തിന്റെ പരിമിതിയുണ്ട്. നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആ ഒരു
18 മാസം മുമ്പ് ഈ ഒരു പ്രൊജക്റ്റും പ്രൊഡക്റ്റും കേട്ടപ്പോൾ എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാനത് അന്ന് തന്നെ ക്ലിയർ ചെയ്തു. ഇതറിയാവുന്ന വ്യക്തിയോട് സംസാരിച്ചു. ഞാൻ ആ പിക്ചറിൽ കാണുന്നത് MD-യും അതുപോലെ രാജേഷ് സാറുമായിട്ടുള്ള പിക്ചറാണ്. എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്റെ പേര് മുഹമ്മദ് റാഫി, വീട് ചേർത്തലയിലാണ്. ഞാൻ 37 മാസം മുമ്പാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ പ്രോഡക്റ്റ് എനിക്ക് തന്നത് എന്റെ പ്രിയ സുഹൃത്തും ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീമിന്റെ ചെയർമാനും നാഷണൽ ലീഡറുമായ സേവർ സാറാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തിയത്. ഈ പ്രോഡക്റ്റിലുള്ള എന്റെ റിസൾട്ടാണ്. രണ്ടാമത്തേത്, ഇതിന്റെ ബിസിനസ് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ 37 മാസമായിട്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിനും കേരളത്തിന് പുറത്തും ഒക്കെ ഞാനിത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ആരോഗ്യത്തിന്റെ കാര്യം, പ്രോഡക്റ്റിന്റെ കാര്യം ജിവിൻ ഓൾറെഡി ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ചു. ആരോഗ്യമുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു 16,500 കൊടുത്തൊരു ഫാമിലി പാക്ക് വാങ്ങി ഇത് കയ്യിൽ കെട്ടി ദാഹിക്കുമ്പോ വെള്ളം കുടിച്ച് മാട്രസിൽ കിടന്നുറങ്ങിയാൽ നമ്മളുടെ എല്ലാം സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് ആവും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാതിരിക്കും. ഉള്ളത് ഗ്രാജുവലായിട്ട് മാറുന്നുണ്ട്. വളരെ ഈസിയാണ്. രണ്ടാമത്തെ കാര്യത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് ടൈമേ ഞാൻ എടുക്കുള്ളൂ. സമ്പത്ത്. നമ്മൾക്ക് ആരോഗ്യവും വേണം, സമ്പത്തും വേണം. എങ്ങനെ നമ്മൾക്ക് ബയോട്ടോറിയത്തിലൂടെ സമ്പത്ത് ഉണ്ടാകും? അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബയോട്ടോറിയം കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. 17 വർഷമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള 2000 കോടി അസറ്റുള്ള ഒരു സ്ട്രോങ് കമ്പനിയാണ്. 100 രാജ്യങ്ങളിലേക്ക് ഈ വ്യവസായം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഫേമാണ് ബയോട്ടോറിയം. അവർ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളും മറ്റു പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കിത് കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങിയ വ്യക്തിയാണ് മിസ്റ്റർ സേവർ സാർ, സേവർ വെള്ളേത്തറ, ഞങ്ങൾക്ക് ഗ്രേറ്റ് മെന്റർ. അന്ന് ആ ഒരു വ്യക്തി പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി. ഇതിന്റെ ബിസിനസ് സാധ്യത ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഞങ്ങളിത് കേരളത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അന്ന് കേരളത്തിൽ ആർക്കും ഇതിനെ പറ്റി അറിയില്ല. കേരളത്തിൽ ഇതിന്റെ റിസൾട്ട് ഇല്ല, വരുമാനം ആർക്കുമില്ല. ഇങ്ങനത്തെ ഒരു സൂം പ്രോഗ്രാം ഇല്ല, ഫിസിക്കൽ പ്രോഗ്രാം ഇല്ല. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് SIT, സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു വലിയ ഓർഗനൈസേഷൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ബയോട്ടോറിയം പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇവിടെ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന, മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തു. ആ സിസ്റ്റത്തിന്റെ പേരാണ് സൗത്ത് ഇന്ത്യൻ ടീം. അതിനൊരു ചെയർമാനുണ്ട്, ഒരു സ്ട്രോങ് ചെയർമാനുണ്ട്. അത് നമ്മുടെ സേവർ സാറാണ്. അതിനൊരു വൈസ് ചെയർമാൻ ഉണ്ട്, അത് LP ജയേന്ദ്ര സാറാണ്. അതിനൊരു CEO ഉണ്ട്, അത് ഞാനാണ്. അത് കൂടാതെ 40ഓളം വരുന്ന കോർ കമ്മിറ്റി മെമ്പേഴ്സ്, കോർ ലീഡേഴ്സ് അതിനുണ്ട്. 20ഉം 25 ലക്ഷവും മുകളിൽ വാങ്ങിയ വ്യക്തികളാണ് ആ കോർ കമ്മിറ്റിയിലുള്ളത്. ഈ സൗത്ത് ഇന്ത്യൻ ടീമിന് ഇന്ന് 9ഓളം CR അച്ചീവേഴ്സ് ഉണ്ട്. 0യിൽ നിന്ന് തുടങ്ങി ഇന്ന് കോടികൾ, 3-3.5 കോടി വാങ്ങിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇന്ന് കേരളത്തിൽ 14 ജില്ലയിലും ബയോട്ടോറിയത്തിന്റെ വെൽനസ് മീറ്റ്, ഫിസിക്കൽ മീറ്റിംഗ് നടക്കുന്നു. എല്ലാം 3 സ്റ്റാർ 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള പ്രോഗ്രാം. 300, 400, 500 ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാം. 14 ജില്ലയിലും 28 പ്രോഗ്രാം. കേരളത്തിൽ 2 ലക്ഷത്തോളം പ്രോഡക്റ്റുകൾ ഇതുവരെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, SIT ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതാത് ടീമുകളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, എല്ലാ സിസ്റ്റവും ഇവിടെ റെഡിയാണ്. മാർക്കറ്റ്, കേരള മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് വിശാലമായി കിടക്കുകയാണ്. 4 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ബയോട്ടോറിയത്തിന്റെ സാധ്യത. ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികളുണ്ട്, ഒരുപാട് നെറ്റ്വർക്കിലേക്ക് പോയി പരിചയമുള്ള ആൾക്കാരുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഒരു നെറ്റ്വർക്ക് നമ്മൾക്ക് ബിൽഡ് ആകണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന്, കമ്പനി സ്ട്രോങ് ആയിരിക്കണം. ബയോട്ടോറിയം 100 മാർക്കാണ്. 2, കമ്പനിയുടെ പ്രോഡക്റ്റ് സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഒരു വ്യക്തി വാങ്ങിയാൽ 100
1% ഹാപ്പിയാണ്, ഉറക്കത്തിൽ ഹാപ്പിയാണ്. പ്രോഡക്റ്റ് 100 മാർക്കാണ്. പ്രോഡക്റ്റുകൾ ഒരുപാട് മറ്റ് സെഗ്മെന്റിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട്. അടുത്തൊരു സംഗതിയാണ് പ്രധാനപ്പെട്ടത്, ഇൻകം. മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങുന്നവർക്ക് തക്കതായ പ്രതിഫലം. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇവിടെ 100 PV ഒരു പെയർ മാച്ച് നടന്നാൽ 7750 രൂപ ഇന്ന് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, അതിന്റെ ഒരേ ഒരു പേര് ബയോട്ടോറിയം എന്നാണ്. SIT കേരളത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ റെഡിയാക്കിയുള്ളൂ ഞാൻ പറയുന്നു. 3 വർഷം കൊണ്ട് ഒരു സ്ട്രക്ചറാണ് റെഡിയാക്കിയിട്ടുള്ളത്. റിയൽ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. റിയൽ ടേക്ക് ഓഫ് തുടങ്ങാൻ പോവുകയാണ്. സാധാരണ എല്ലാ ജനങ്ങളിലേക്കും ഈ പ്രോഡക്റ്റ് എത്തും. ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അഭ്യസ്തവിദ്യരായ യുവാക്കൾ കടന്നു വരാൻ പോവുകയാണ്. കാരണം മാസം 10 ലക്ഷം രൂപ ഇവിടെ ഏൺ ചെയ്യാം. TDS കട്ട് ചെയ്ത് പ്യുവർ വൈറ്റ് മണി. ഒരു മാസം 10 ലക്ഷം രൂപ ഇൻകം. ഇന്ന് കേരളത്തിലെ ഏത് മേഖല എടുത്തു നോക്കിയാലും അത്രയും വരുമാനം ആർക്കും കിട്ടില്ല. 30 ദിവസം ജോലി എടുക്കുന്ന, ഒടുക്കലത്തെ കപ്പാസിറ്റി ഉള്ള, ഒടുക്കലത്തെ കഴിവുള്ള, ഒടുക്കലത്തെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ 20,000-നും 10,000-നും വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മളിവിടെ ഉള്ളത്. ഡിയർ ഫ്രണ്ട്സ്, കാലം മാറുകയാണ്, ചിത്രങ്ങൾ മാറി മറിയുകയാണ്. അതിനോടൊപ്പം നമ്മളൊന്ന് മനസ്സിലാക്കാനും സഞ്ചരിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ എന്നെ പോലെ 100 കണക്കിന് ആൾക്കാരെ പോലെ, 1000 ആൾക്കാരെ പോലെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരാൻ പറ്റും. ലീഗലായിട്ടുള്ള പൈസ, എത്തിക്സ് ഉള്ള പൈസ. നമ്മളൊരു ഫാമിലിയിൽ നിന്ന് വാങ്ങുന്നത് 9,800 രൂപ. ആ വാങ്ങുമ്പോൾ തത്തുല്യമായ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഉൽപ്പന്നം, 25 വർഷം ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നം നമ്മൾ കൊടുക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, കസ്റ്റമർ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ബയോട്ടോറിയത്തിൽ നെറ്റ്വർക്ക് ബിൽഡ് ആകും. ഒരു തർക്കവും വേണ്ട. എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലും അത് ചെയ്യുന്നവർക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ആകണം. നമ്മൾ നെറ്റ്വർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് ഓക്കെ ആയിരിക്കണം, കമ്പനി ഓക്കെ ആയിരിക്കണം, ഇൻകം ഓക്കെ ആയിരിക്കണം. ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ പക്ക ആയിരിക്കണം. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം ഓക്കെയാണ്. സിസ്റ്റം പക്ക റണ്ണിംഗ് ആണ്. ആർക്കും കടന്നു വരാം, ആരെയും കൈ കയറി പിടിക്കില്ല, ആർക്കും ചെയ്യാം. ഇത് റിയൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് തുടങ്ങി ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. മറ്റുള്ള കമ്പനികളുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. ആ ലാഘവത്തോടു കൂടി ആ സിസ്റ്റത്തിൽ ഈ പ്രോഡക്റ്റ്, ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ, ബയോട്ടോറിയം പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഡിയർ ഫ്രണ്ട്സ്, സോറി, ഒരു ദിവസം 33,500, മാസം 10 ലക്ഷം രൂപ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. ആൾക്കാർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതിന്റെ കാരണം ഒന്ന്, ഇതിന് മുതൽ മുടക്കില്ല. മുതൽ മുടക്കാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഇതിന്റെ സീരിയസ്നെസ്സിലേക്ക് വരില്ല. ചില ആൾക്കാര് കൊടുത്ത പൈസ തിരിച്ചു പിടിക്കാൻ വരും. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. ചില ആൾക്കാര് 2 ലക്ഷം രൂപ കടബാധ്യത തീർക്കാൻ വരും. ഡിയർ ഫ്രണ്ട്സ്, ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇത് നമ്മുടെ വ്യവസായമാണ്. ഈ വ്യവസായത്തിന് നമ്മളുടെ ബിസിനസ് നേരിട്ട് കാണാൻ പറ്റില്ല. ഈ ഇൻഡസ്ട്രി കഴിഞ്ഞ 37 മാസം കൊണ്ട് 2,75,00,000 രൂപയാണ് എന്റെ അക്കൗണ്ടിലേക്ക് തന്നത്. പ്യുവർ വൈറ്റ് മണി, TDS കട്ട് ചെയ്ത മണി. എവരി മന്ത് GST പേ ചെയ്യുന്ന ആളാ ഞാൻ. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയോ? എന്നോടും എന്റെ ടീമിനോടും പ്രോഡക്റ്റ് വാങ്ങിയ ഒരാളും എന്റെ പൈസ പോയി എനിക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരില്ല, ഫേസ് വാല്യൂ പോവില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ്. ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് വയസ്സ് 25 ഉള്ളൂ, എനിക്ക് പ്രോബ്ലം ഇല്ല, ഞാൻ എന്തിനു പ്രോഡക്റ്റ് വാങ്ങിക്കണം? ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള വ്യക്തികൾ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യകത ഞാൻ പറഞ്ഞുതരാം.
അങ്ങനെയുള്ള 20, 25, 30 വയസ്സുള്ള വ്യക്തികൾ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ അസുഖങ്ങൾ വരാതിരിക്കും. 1. 2, ഓക്സിജൻ ലെവൽ കറക്റ്റ് ആയിരിക്കും, ഉരുണ്ടു വീണ് മരിക്കില്ല. 3, ഈ പ്രോഡക്റ്റ് ആവശ്യമില്ലെങ്കിലും പൈസ ആവശ്യമില്ലേ? നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇത് ഉപയോഗിച്ചാൽ ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നമുക്ക് മാർക്കറ്റ് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടായിക്കൂടെ? ഇന്നിവിടെ MBBS കഴിഞ്ഞു വരുന്ന 22, 25, 26 വയസ്സുള്ള പിള്ളേര്, പയ്യന്മാരും പയ്യത്തികളൊന്നും അവർക്ക് അസുഖം ഉണ്ടായിട്ടൊന്നുമില്ല. അവരുടെ അസുഖത്തിനല്ല, ജനത്തിന്റെ അസുഖത്തിനെ ചികിത്സിക്കാൻ അവര് ഡോക്ടറായത്. എന്തുകൊണ്ട് ഡോക്ടറാന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ഡോക്ടർക്ക് ഉണ്ട്, കൃത്യമായ വരുമാനം, ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ഉണ്ട്. ആ ലൈഫിനെയാണ് അവർ വരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഒരു നെറ്റ്വർക്കറെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് ഉണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം. അതിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്പനി ഈ ബൈറ്റോറിയം. ഈ ബൈറ്റോറിയം ചെയ്യുന്ന നമുക്ക് നമ്മളുടെ കമ്പനിയുടെ മേന്മയെ പറ്റി നല്ലതാണ് എന്ന് പറയാം, വിത്ത് പ്രൂഫ് വെച്ച് പറയാം. ഒരിക്കലും നമ്മൾ മറ്റുള്ള കമ്പനികൾ മോശമാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനികളും വിജയിക്കണം. ഇത് രാജ്യത്ത് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് ഇതിനെ മനസ്സിലാക്കാത്ത നോ പറയുന്ന ആൾക്കാര് നാളെ ഇതിൽ വന്നേ പറ്റുള്ളൂ. ഒരു തർക്കവും വേണ്ട. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നേ പറ്റുള്ളൂ. വിദേശ രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാകും. ഡയറക്ട് സെല്ലിംഗ്, ഇന്നൊക്കെ ഞങ്ങൾ ഇത്ര എക്സൈറ്റ്മെന്റ് എന്താ അറിയോ? ഇന്ന് ലീഗാലിറ്റി ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് ഈ ഇൻഡസ്ട്രിയെ നിയമവൽക്കരിച്ചു. ഒരു മെക്കാനിസം, ഒരു മോണിറ്ററി മെക്കാനിസത്തിൽ കൊണ്ടുവന്നത് കേരള സംസ്ഥാനമാണ്. കഴിഞ്ഞ മാസം 19-ാം തീയതി. ഡിയർ ഫ്രണ്ട്സ്, അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി, പവർഫുൾ ടീം, എല്ലാ മാർക്കറ്റ് നമ്മൾക്ക് അനുകൂലം. ചില ആൾക്കാർ എന്നോട് പറയും, സാർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലല്ലോ? ഇവിടെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലല്ലോ. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ തരം ചികിത്സയും വേണം. അലോപ്പതി വേണം, ആയുർവേദം വേണം, ഹോമിയോ വേണം, സിദ്ധ, യുനാനി, നാട്ടുവൈദ്യം. അതേപോലെ തന്നെ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ചികിത്സാ രീതിയാണ് മാഗ്നറ്റിക് തെറാപ്പി. ഇറ്റ്സ് എ സയൻസ്. മറ്റു ജനങ്ങളുടെ, മറ്റു കുടുംബത്തിലെ കണ്ണീരൊപ്പുന്ന പൈസയാണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് വ്യക്തമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കണം, ഉപയോഗിക്കണം, നമ്മളെ റിസൾട്ടുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്താൽ ഡെയിലി 33,500. ഈ സൂമിൽ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കള്, എന്റെ സഹോദരിമാരൊക്കെ ഉണ്ട്. പല ജോലിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. രാവിലെ മറ്റെല്ലാം മാറ്റിവെച്ച് കൃത്യമായി ഓഫീസിൽ പോയി രാത്രി 7 മണി 8 മണിക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ടും ജോലി ചെയ്യുന്ന സഹോദരിമാരുണ്ട്. മാസം സാലറി 30 ദിവസം പോണം. മാസം സാലറി നോക്കിയാൽ 15,000 രൂപയുള്ളൂ. ഡിയർ ഫ്രണ്ട്സ്, 15,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 500 രൂപയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം 33,000, അതവിടെ നിൽക്കട്ടെ, 33,000 നിൽക്കട്ടെ, 2 സെയിൽ നിങ്ങൾക്ക് എടുക്കാം. 2 സെയിൽ ഈസിയാണ്. 7,750 രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇൻറ്റു 30, 2 ലക്ഷത്തിന് മേലിൽ പോകും നിങ്ങളുടെ എമൗണ്ട് മാസം. അങ്ങനെ വാങ്ങുന്ന ഒരുപാട് സഹോദരിമാരിവിടെ ഉണ്ട്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ബിസിനസ്. ഞങ്ങൾ ഇത്രയും എക്സൈറ്റ്മെന്റ് എന്താ അറിയോ? മാർച്ച് 1-ാം തീയതി മുതൽ കമ്പനി അടുത്തൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യാണ്. റീപർച്ചേസ്. ബൈറ്റോറിയത്തിൽ നമ്മൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള അരി, മുളക്, പഞ്ചസാരയെല്ലാം നമ്മൾ വാങ്ങാറുണ്ട്. ഈ പൈസ എല്ലാം ചെലവാക്കുകയാണ്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, അവിടെയാണ് കമ്പനിയുടെ അടുത്ത ലക്ഷ്യം. റീപർച്ചേസ് പ്രോഡക്റ്റുകൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് റീപർച്ചേസിലൂടെ വാങ്ങിക്കാം. എല്ലാം ആൾക്കാരുടെയും ഡെയിലി വാങ്ങുന്ന ഇൻകത്തിന്റെ 10% കട്ട് ചെയ്യും, വാലറ്റിലിടും. ആ വാലറ്റിൽ നിന്ന് മന്ത്ലി ആ എമൗണ്ട്, എത്രയാണ് എമൗണ്ട് ഉള്ളത്, ആ എമൗണ്ടിന് നമ്മൾക്ക് ആവശ്യമുള്ള സോപ്പ്, ചീപ്പ്, പേസ്റ്റ്, FMCG പ്രോഡക്റ്റുകള്, കോസ്മെറ്റിക്സുകള്, ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റുകള്, A to Z പ്രോഡക്റ്റുകള് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബൈറ്റോറിയത്തിലൂടെ
മാസം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ വാങ്ങുന്ന ആൾക്കാർ ഈ സൂമിൽ ഉണ്ട്. മാസം എവരി മന്ത് 50,000 വാങ്ങുന്ന ആൾക്കാരുണ്ട്. 50,000 രൂപ മാസം 1 ലക്ഷം രൂപ ചെല്ലുമ്പോഴല്ല ആ വീട്ടിലേക്ക് അവിടെ ആവശ്യമുള്ള വെണ്ണ, വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള FMCG പ്രോഡക്റ്റുകൾ ഇന്ത്യ പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലേക്ക് ഒരു പാക്ക് എത്തുമ്പോൾ അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ലെവലിലേക്ക് വരാൻ പോവാണ്. റീപർച്ചേസിന്റെ PDF, അതിന്റെ ഇംഗത്തിന്റെ PDF കമ്പനി ജസ്റ്റ് നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. ഞാൻ അതിന്റെ ഇൻകവും പ്ലാനും ഒന്നും പറയുന്നില്ല, പറയാൻ ടൈമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ലൈഫിൽ, കൊച്ചു ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു അവസരം നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് നമുക്ക് കാണാം. എന്റെ 9,800 ഇല്ല, എനിക്കിപ്പോ വേണ്ട, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, എനിക്ക് വേണ്ട, അങ്ങനെ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, പരാതിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവര് തിരിച്ചറിഞ്ഞ് വന്നോളൂ. അല്ലെങ്കിൽ ഒരു അവസരം കിട്ടി, ജസ്റ്റ് 9,800 അല്ലെങ്കിൽ 16,500 ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അത് മറ്റുള്ള മെമ്പേഴ്സുമായി ചേർന്ന് നിന്ന് ഒരു ഫാമിലി ആയിട്ട് നിന്നുകൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്ത് ഡെയിലി ഞാൻ ക്യാഷ് ഉണ്ടാക്കും, എന്റെ കടബാധ്യതകൾ തീർക്കും, എനിക്ക് വീട് വെക്കണം, എന്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ മാർക്കറ്റിൽ ഇനിയും ലക്ഷക്കണക്കിന് കിടക്കുകയാണ്. സുഹൃത്തെ, നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരു 2,500 പ്രോഡക്റ്റ് നിങ്ങളിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് 1 കോടിക്ക് മുകളിൽ രൂപയാണ്. അതാണ് ഇതിന്റെ ബിസിനസ് പ്ലാൻ. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത് 10 വർഷം കൊണ്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന പരിപാടിയല്ല ഇത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സാർ ഞാൻ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, 1.5 വർഷമായി ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യണം. എത്ര വരുമാനം കിട്ടി? അവർ പറഞ്ഞു 70,000 രൂപ കിട്ടി. എന്നിട്ട് അവര് ആ കമ്പനിയെ പറ്റിയും പ്രോഡക്റ്റിനെ പറ്റിയും ഭയങ്കര എന്തൂസിയാസത്തോടുകൂടി സംസാരിക്കുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1.5 വർഷം കൊണ്ട് വെറും 70,000 രൂപ. ഇവിടെ ഒരു ദിവസം 70,000 രൂപ വാങ്ങുന്ന ആളുണ്ട്. എന്നിട്ടും സങ്കടമുണ്ട്. ഞാൻ ഇവരോടൊക്കെ പറയുന്നത് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫാണ് ഇത്, നമ്മളുടെ ബിസിനസ്സാണ്. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിയർ ഫ്രണ്ട്സ് പൈസ കിട്ടണം. മാസം 10 ലക്ഷം രൂപ ഏൺ ചെയ്യണം. പല ആൾക്കാരും വിചാരിക്കും മാസം 10 ലക്ഷം രൂപ ഏൺ ചെയ്യാനുള്ള അത്രയും പവർ ഒന്നും എനിക്കില്ല. ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം, കുടുംബ പാരമ്പര്യം, കളറ്, ഗ്ലാമർ, ഹൈറ്റ്, വെയിറ്റ്, സ്ത്രീ, പുരുഷൻ, പ്രായം ഒന്നും ഇവിടെ പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ എടുത്താലും കോണ്ടാക്ട്സിൽ മിനിമം 200 ആൾക്കാരുണ്ടാവും. ഡിയർ ഫ്രണ്ട്സ്, ഒരു 10 പേരിലേക്ക് പ്രോഡക്റ്റ് കൊടുക്ക്. മാൻ പവർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രോഡക്റ്റ് നല്ലതായത് കൊണ്ട്, ഇതിന്റെ ഇൻകം നല്ലതായത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓൺട്രപ്രണർ ആവാം. നിങ്ങൾ ലൈഫ് മാറ്റിമറിക്കാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കുടുംബത്തിന് ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റിയ വലിയ അവസരം. അതിന് നിങ്ങളെ ഇന്ന് ഇങ്ങോട്ട് ഈ സൂമിലേക്ക് ഈ പ്രൊജക്റ്റും പ്രോഡക്റ്റും പരിചയപ്പെടുത്താൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരില്ലേ, ഏറ്റവും നല്ലൊരു അവസരമാണ്, ഏറ്റവും നല്ലൊരു മനോഹരമായ അവസരമാണ് ഈ നല്ല ദിവസം, ഈ ശിവരാത്രി ദിവസം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇരു കൈയും നീട്ടി എന്ത് ചെയ്യണം, സ്വീകരിക്കണം സുഹൃത്തെ. നോ പറയരുത്, വാതിൽ കൊട്ടി അടക്കരുത്. ഈ ബിസിനസ് തുടങ്ങണം, ഈ ബിസിനസ് പഠിക്കണം, ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഈ ബിസിനസ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലീഡർമാർ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. അങ്ങനെ ചെയ്താൽ ഡിയർ ഫ്രണ്ട്സ്, ബൈറ്റോറിയം കേരളത്തിൽ, ഇന്ത്യയിൽ നിന്ന് കത്താൻ പോവുകയാണ്. 3 വർഷം കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കിയ കേരളത്തിൽ ഈ ബിസിനസ് തീപ്പൊരിയാവാൻ പോവുകയാണ്. അതിന് പറ്റിയ ആൾക്കാർ, ഒരേ മൈൻഡ് സെറ്റുള്ള SIT-കളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരേ മൈൻഡ് സെറ്റുള്ള, ഒരേ വേവ് ലെങ്തുള്ള, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാര് ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീമിലുണ്ട്. ഒറ്റ മൈൻഡ് സെറ്റുള്ള ആ ഒരു ഫാമിലിയിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾക്ക് അവസരങ്ങൾ എപ്പോഴും കിട്ടാറില്ല. നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ഈ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും മാറ്റിത്തരണ ദൈവമേ. അതിന് ഇന്ന് ആ ഒരു അവസരം ദൈവം കാണിച്ചു തന്നതാണ്. അങ്ങനെ 2021 ഡിസംബർ മാസം 2-ാം തീയതി ഈ അവസരം ഞാൻ ഏറ്റെടുത്തു. കാരണം മുങ്ങി താഴുന്ന വ്യക്തി ഒരു ചെറിയൊരു അമ്പൽ കണ്ടാലും കയറി പിടിക്കും.
അങ്ങനെ ഞാൻ കയറി പിടിച്ച വ്യക്തിയാണ്. എന്റെ പ്രിയ സുഹൃത്തിന്റെ കൂടെ, എന്റെ മെന്ററിന്റെ കൂടെ കയറി പിടിച്ചു. ആ കൈ ഇതുവരെ വിട്ടിട്ടില്ല. അങ്ങനെ ഇന്ന് ഞാൻ എന്താണോ ബൈറ്റോറിയത്തിലൂടെ ആഗ്രഹിച്ചത് ഡിയർ ഫ്രണ്ട്സ്, അതിനപ്പുറത്തേക്ക് എനിക്ക് തന്നു. 3 വർഷം മുമ്പ് കാറില്ല, വീടില്ല, മോളുടെ കല്യാണം മാറ്റിവെച്ചു. എല്ലാം ഫിനാൻഷ്യലി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആരും സഹായിക്കാനുണ്ടാവില്ല. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം അവസരം തരും. കയറി പിടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് 37 മാസം കൊണ്ട് 275 ലക്ഷം രൂപ വന്നാൽ എന്ത് സന്തോഷമായിരിക്കും ആ വീട്. ഇന്ന് എന്റെ സ്വന്തം വീടാണ്, 2 കാറാണ് ഉപയോഗിക്കുന്നത്. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞു, എന്റെ മോന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇന്ന് ലൈഫ് ഹാപ്പിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും സീരിയസ് ആയിട്ട് 24/7 ബൈറ്റോറിയം പ്രൊമോട്ട് ചെയ്ത് ചോദിച്ചാൽ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളെ വിശ്വസിച്ച് നൂറുകണക്കിന് ഫാമിലീസ് ഈ ബിസിനസ്സിൽ അണിനിരക്കുന്നുണ്ട്. പ്രയാസവും പ്രതിസന്ധിയും വന്നിട്ട് കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ ഇവരെയൊക്കെ 1 CR ടച്ച് ചെയ്യിക്കണം. ഇനി ആരൊക്കെ ഇന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയെ 1 വർഷം കൊണ്ട് 1 കോടിയിലേക്ക് എത്തിക്കണം. കാരണം ഈ 2.25 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിലെ മിഠായി കാശാണ്. അത്ര പവർഫുൾ ഇൻകം ആണ് ഇനി വരാൻ പോകുന്നത്. റീപർച്ചേസ് ഇൻകം, നാച്ചുറൽ ഇൻകം, ഒരു സ്വാഭാവികമായിട്ടുള്ള റീപർച്ചേസിംഗ് സിസ്റ്റം. അത് റൺ ചെയ്യും, ആർക്കും തടുക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെത്തേഡ്. എംഡിയോട് ഞാൻ ചോദിച്ചു, സാർ റീപർച്ചേസ് A to Z പ്രോഡക്റ്റ് ഉണ്ടാവോ? അദ്ദേഹം ഒരു 100% ഡെയിലി നീഡ്സ് പ്രോഡക്റ്റ്. ഞാനൊരു ഛത്രപതി ശിവജി എയർപോർട്ടാണ് ഇവിടെ പണിഞ്ഞിട്ടുള്ളത്. ഈ എയർപോർട്ടിൽ ഫ്രാൻസിന്റെ ഫ്ലൈറ്റ് വരും, അമേരിക്കയുടെ ഫ്ലൈറ്റ് വരും, എല്ലാ ഫ്ലൈറ്റും വരും. അതിന്റെ ഉദ്ദേശം മനസ്സിലായോ നിങ്ങൾക്ക്? ഇദ്ദേഹത്തിന്റെ ഈ റീപർച്ചേസ് പ്ലാനിൽ A to Z പ്രോഡക്റ്റ് വരും. മാസം 9 ലക്ഷം രൂപ ഇൻകം ഉള്ള എനിക്ക് ഞാൻ പറയും, സാർ എല്ലാ മാസവും 90,000 രൂപയ്ക്ക് റീപർച്ചേസ് ചെയ്യേണ്ടി വരുമല്ലോ. അദ്ദേഹം പറഞ്ഞു, ചെയ്യേണ്ടി വരും. മാസം 90,000 രൂപയുടെ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ റാഫിയുടെ വീട്ടിലേക്ക് വരുന്നത് നല്ലതാണോ ചീത്തയാണോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബെസ്റ്റ് ആയിരിക്കും. അദ്ദേഹം പിന്നാലെ ഒരു കാര്യം പറഞ്ഞു, 90,000 രൂപയുടെ റീപർച്ചേസ് ചെയ്യുന്ന റാഫിയുടെ റീപർച്ചേസ് ഇൻകം 3 to 5 lakh ആയിരിക്കും മന്ത്ലി. അത് എക്സ്ട്രാ ഇൻകം. റീപർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മന്ത്ലി ഒരു സാലറി പോലെ റീപർച്ചേസ് ഇൻകം. ഞാൻ എപ്പോഴും പറയും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നവർക്കാണ് ബൈനറി ഇൻകം. അത് മാസം 10 ലക്ഷം രൂപ കമ്പനി തരുന്നുണ്ട്. ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തവർക്കാണ് റീപർച്ചേസ് ഇൻകം. അത് അൺലിമിറ്റഡ് ആണ്. ഡിയർ ഫ്രണ്ട്സ്, റിയൽ ഫൈറ്റ് തുടങ്ങാൻ പോവല്ലേ. ഈ ബിസിനസിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക, സത്യസന്ധത കൊണ്ടുവരിക. ഈ ബിസിനസ്സിൽ വേറെ ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ട്രസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. ആ വിശ്വാസമാണ് ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നത്. തല പോയാലും പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. നമ്മളൊക്കെ 0 തോന്നുന്ന ആൾക്കാരല്ലേ സുഹൃത്തെ? ഇവിടെ 2.25 കോടി, സേവർ സാർ 3.5 കോടി എൻ ചെയ്തു. അദ്ദേഹത്തിന്റെ കഷ്ടത്തിൽ ഇഷ്ടികയൊന്നും വെച്ചിട്ടില്ല. സിമ്പിൾ മനുഷ്യൻ, ഇപ്പോഴും 24/7 ഈ ബിസിനസിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ. അങ്ങനെ CR അച്ചീവേഴ്സ് ഒരുപാട് പേരുണ്ട്. സൗത്ത് ഇന്ത്യയിലെ കോർ ലീഡേഴ്സ് ഉണ്ട്. തലങ്ങും വിലങ്ങും ഈ ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്ന കോർ ലീഡേഴ്സ്. നാളത്തെ അവസ്ഥ എന്താ? ഈ കോർ ലീഡേഴ്സ് എല്ലാം നാളത്തെ കോടീശ്വരന്മാരാണ്. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഞങ്ങൾ ലക്ഷ്യം അതല്ലേ? 2025 ഡിസംബറിൽ കൊച്ചി ഹയാത്തിൽ 101 കോടീശ്വരന്മാരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ വർക്ക് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഡിയർ ഫ്രണ്ട്സ്, ആഴത്തിലേക്ക് ഇറങ്ങുക. പ്രയാസവും പ്രതിസന്ധിയും വരും. ഏതൊരു ഘട്ടത്തിലും പ്രയാസവും പ്രതിസന്ധിയും വരും. ആ സമയത്തേക്ക് ഊർജ്ജസ്വലമായിട്ട് ഇറങ്ങാനുള്ള മൈൻഡ് പവർ ഉണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നമ്മളാണ് നമ്മുടെ സ്റ്റാർ. നമ്മുടെ വീട്ടിലെ സ്റ്റാർ, നമ്മുടെ നാട്ടിലെ സ്റ്റാർ നമ്മളായിരിക്കും. വെറുതെ ഒന്ന് ഒതുങ്ങി പോകേണ്ട ആൾക്കാരൊന്നുമല്ല നമ്മൾ. നമ്മളൊന്ന് ജനിച്ചിട്ട് വെറുതെ ഒന്ന് ഒതുങ്ങി പോകേണ്ട ആൾക്കാരല്ല. നിങ്ങൾ ചിന്തിച്ച ഇങ്ങനെയൊക്കെ ഒതുങ്ങി പോകേണ്ട ആളാണോ നമ്മൾ? ആൾക്കാർക്ക് 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ കടം വരുമ്പോ ഭയങ്കര പ്രയാസ, ഭയങ്കര ടെൻഷനാ. എന്തിനാ ടെൻഷൻ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ബൈബിളിൽ 365 തവണ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടരുത്. നമ്മളെന്തിനാ ഭയപ്പെടുന്നേ? ഭയപ്പെട്ടിട്ട് എങ്ങോട്ട് പോവാൻ? നമ്മൾക്ക് നല്ല പോസിറ്റീവ് ചിന്തയുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് സന്തോഷത്തോടുകൂടി ജോലി ചെയ്യണം. ബൈറ്റോറിയത്തിൽ ആവില് പോലെ പൈസ തരും. ബുദ്ധിമുട്ടുണ്ടാവും സുഹൃത്തെ, പ്രയാസം ഉണ്ടാവും. വിട്ടുകൊടുക്കും.
പോവാവൂ. ഐഫോൺ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയിട്ടേ പോവാവൂ. സ്വന്തമായിട്ട് വീട് നേടിയിട്ടേ പോവാവൂ. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും പറയണം അവൻ പുലിയായിരുന്നിട്ടാ, എപ്പോഴും പറയണം. കാരണം ഒരു സൈനപ്പ് ഇട്ടിട്ട് പോയാലേ നമ്മളെ പേര് എപ്പോഴും പറയൂ, നമ്മളെ മക്കൾ പോലും പറയൂ. സമ്പത്ത് ഒരു പ്രധാന ഘടകം തന്നെയാണ് സുഹൃത്തെ. സമ്പത്ത് ഇവിടെ ബിസിനസ് ലെവലിൽ ചിന്തിക്കുകയും ബിസിനസ് ചെയ്യുന്ന ഒരു പറ്റം ഇത്ര ശതമാനം ആൾക്കാരുണ്ട്. നിങ്ങൾ ചിന്തിച്ച്, അവർ ബിസിനസിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. ബിസിനസ്സാണ് അവരുടെ ലൈഫ്. വലിയ വലിയ കോടികൾ അവർ ഏൺ ചെയ്യുന്നു. ഫിലിം ഇൻഡസ്ട്രിയിൽ കോടികൾ ഏൺ ചെയ്യുന്നു. എല്ലാ മേഖലയിലും കോടികൾ ഏൺ ചെയ്യുന്നു. അങ്ങനെ കോടികൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ്, ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം സത്യസന്ധമായ കമ്പനി, എത്തിക്സ് ഉള്ള കമ്പനി, പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ആവശ്യമുള്ള നീഡി പ്രോഡക്റ്റ്, ലാവിഷ് ആയിട്ട് ക്യാഷ് 10 ലക്ഷം മന്ത്ലി, ഇത്രയും ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി ഇല്ല സുഹൃത്തെ. അതുകൊണ്ട് റാഫിയും സേവറും ഏറ്റെടുത്ത ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരാതിരുന്നിട്ടുണ്ട്. അത് റാഫിയും സേവറും അല്ലേ, പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം വേറേതാണ് സുഹൃത്തെ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറഞ്ഞു, സാർ ഞാൻ 50,000 രൂപയായപ്പോ സാറിന്റെ അടുത്ത് വന്നതാണ്. ഇന്ന് ഞാൻ 2.25 കോടി 3 കോടി ടച്ച് ചെയ്യാൻ പോവാണ്. ഇവിടെ അന്ന് ചെയ്താൽ മതിയായിരുന്നു, അന്ന് ചെയ്തില്ല. ഞാൻ ഇന്ന് പറയുന്നു, ഇന്ന് ഞാൻ 2.25 കോടി ആയിട്ടുള്ളൂ. അടുത്ത കോൾ എന്റെ 5 കോടി to 10 കോടി ആവുമ്പോഴേ വരുള്ളൂ. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, എന്റെ ഒപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട്. എന്നെ പോലെ ഈ ബിസിനസ് സ്നേഹിക്കുന്ന 100 കണക്കിന് ലീഡേഴ്സ് ഈ പ്രോഗ്രാമിലുണ്ട്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, സിസ്റ്റം പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്ന, നമ്മളെ കൂടെ വരുന്നത് ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയെ തകർക്കാൻ നോക്കരുത്. ആ ഫാമിലിയിലേക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കണം. ആ ഫാമിലിയെ സ്നേഹിക്കണം. ആ ഫാമിലിയിൽ ക്യാഷ് വന്ന് അവർ ലാവിഷായിട്ട് ജീവിക്കട്ടെ, അതിൽ നമ്മൾ സന്തോഷിക്കണം. അങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം, ഒരു മെത്തേഡാണ് ബയോട്ടോറിയം. ഈ ഫാമിലിയിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്, ഞാൻ നിർത്തുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, കാറ്റുള്ളപ്പോൾ കടലാസം പറക്കും, പൂമ്പാറ്റയും പറക്കും സുഹൃത്തെ. പക്ഷേ പ്രതിസന്ധി വരുമ്പോൾ, കാറ്റ് നിൽക്കുമ്പോൾ കടലാസ് കഷ്ണം താഴത്തേക്ക് വീഴും, പൂമ്പാറ്റ മാത്രമേ പറക്കൂ. അങ്ങനെ ലൈഫിൽ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും, ഏതൊരു പ്രയാസം വന്നാലും അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി പറക്കാൻ മൈൻഡ് സെറ്റ് ഉള്ള പൂമ്പാറ്റയായി ഞങ്ങളുടെ ഒപ്പത്തിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നല്ലൊരു മഹാശിവരാത്രി ആശംസകൾ എല്ലാവർക്കും ബയോട്ടോറിയത്തിലൂടെ. വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ. ഡിയർ ഫ്രണ്ട്സ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.